കർത്താവ് എനിക്കൊരു മിഷണറി ആവണം. ഈ ലോകത്തില് എത്ര പൈസ സമ്പാദിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ മരിക്കുമ്പോ എനിക്ക് ഒരു രൂപ പോലും കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. കർത്താവ് പറയണ ദേശത്തേക്ക് പോകണം, അൺറീച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകണം, ആർക്കും പോകാൻ ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് പോകണം. ഒരു പാരസെറ്റമോള് പോലും സപ്ലൈ ചെയ്യാനോ ഇവിടുത്തെ ക്ലിനിക്കുകളൊന്നും ഇല്ല. ഇത്തിരി ദൂരെ യാത്ര ചെയ്താലാണ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളൂ. വളരെ ദുർഘടം പിടിച്ച വഴികളാണ്. മൊത്തം വളവും തിരിവും ഇങ്ങനെ സൈഡിലൊക്കെ കൊക്ക പോലത്തെ സ്ഥലമാണ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യത്തിന്റെ നാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെ കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഐറിൻ ജോസ് ആണ്. പ്രിയ സിസ്റ്റർ നേപ്പാളിൽ നിന്നും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. മിഷണറി ദൗത്യവുമായിട്ട് പ്രിയ കർത്താവിൻ്റെ ദാസിയും കുടുംബവും നേപ്പാളിലായിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ആകയാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധയോടെ കാണുകയും കേൾക്കുകയും ചെയ്യുക. കർത്താവ് നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രിയ സിസ്റ്റർ ഐറിൻ ജോസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പ്രൈസ് ലോർഡ് പാസ്റ്റർ. അരോമ ടിവിയിലുള്ള എല്ലാ പ്രേക്ഷകരോടും ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഈ അരോമ ടിവിയിൽ സാക്ഷ്യം പറയാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തോടും അതുപോലെ തന്നെ പാസ്റ്റർ ഡാനിയൽ ജോണിനോടുമുള്ള എൻ്റെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് ഐറിൻ ജോസ് അമ്പാട്ട് എന്നാണ്. ഞാനിപ്പോൾ നേപ്പാളിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് അനൂപ് ചാലിശ്ശേരി. പിന്നെ ദൈവം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ നേപ്പാളിലായിട്ട് ഇപ്പൊ 6 വർഷമായി. അങ്ങനെ നിങ്ങളോട് ഒപ്പം ഈ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജനനം, ഞാൻ ജനിച്ചത് കേരളത്തിലെ മൂവാറ്റുപുഴ എന്ന സ്ഥലത്ത്, എറണാകുളം ജില്ലയിലാണ്. എൻ്റെ മാതാപിതാക്കള്, എൻ്റെ അപ്പ പാസ്റ്ററാണ്, പാസ്റ്റർ എ വി ജോസ്. എൻ്റെ അമ്മ ഗ്രേസി ജോസ്. പിന്നെ ഞങ്ങൾ 3 പേരാണ്. ഞാൻ മൂത്ത മകളാണ്. എനിക്കൊരു സിസ്റ്ററും എനിക്കൊരു ബ്രദറും ഉണ്ട്. എൻ്റെ സിസ്റ്റർ ഫിനാൻഷ്യൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഒരു കമ്പനിയിൽ. അതുപോലെ തന്നെ എൻ്റെ ബ്രദർ കാനഡയിലാണ്. അവിടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആയിരിക്കുന്നു. പിന്നെ എൻ്റെ പിതാവിനെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ പിതാവ് യേശുവിനെ അറിയുന്നതിന് മുമ്പ് മദ്യപാനിയും, പിന്നെ അനേകം ഒരു ദിവസം 40-ൽ അധികം സിഗരറ്റ് വലിക്കുകയും അങ്ങനെ ദൈവത്തെ അറിയാതെ വഴക്കൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അപ്പൊ ദൂരെ നിന്ന് ഒരു വ്യക്തിയിൽ നിന്ന് ദൈവവചനം, കൺവെൻഷൻ പ്രാസംഗികയിൽ നിന്ന് ദൈവവചനം കേട്ട് യേശുവിനെ സ്വീകരിച്ചു. അതിനുശേഷം അപ്പ യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം ഒരു ദൈവവചന പഠനത്തിനായിട്ട് ബൈബിൾ കോളേജിൽ കടന്നുപോയി. അതിനുശേഷമാണ് അപ്പ വിവാഹം കഴിച്ചത്. അങ്ങനെ ഒരു പെന്തുക്കോസ് കുടുംബത്തിൽ ജനിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അപ്പം എൻ്റെ മുന്നത്തെ അപ്പയെ എനിക്ക് അറിയില്ല. ഞാൻ അപ്പയെ കണ്ടപ്പോൾ മുതൽ അപ്പ ഒരു പാസ്റ്ററായിട്ടാണ് എനിക്ക് അറിയുള്ളൂ. അപ്പൊ അങ്ങനെ അങ്ങനെയായിരുന്നു എൻ്റെ ബാല്യകാലം. അപ്പം എൻ്റെ അപ്പയാണെങ്കിൽ സുവിശേഷ സുവിശേഷ പ്രവർത്തനങ്ങൾ വളരെ താല്പര്യനായിരുന്നു. എൻ്റെ അപ്പയാണെങ്കിൽ ഇവാഞ്ചലൈസേഷന്റെ ഒരു പ്രവൃത്തിയായിരുന്നു. അപ്പക്ക് പാസ്റ്റർ ആവണേക്കാളും കൂടുതൽ പേഴ്സണൽ ഇവാഞ്ചലിസം, ഒരാളെ കണ്ട അയാളോട് സുവിശേഷം പറയണം, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഇവാഞ്ചലിസത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ എവിടെ പോയാലും ഞാനും അപ്പയുടെ കൂടെ പോവാനും, അപ്പൊ എങ്ങനെയാണ് ഓരോരുത്തരോട് സുവിശേഷം പറയുന്നത് അതൊക്കെ കണ്ട് മനസ്സിലാക്കാനും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ദൈവം അതിനുള്ള സാഹചര്യം ഒരുക്കി. അതുപോലെ തന്നെ എൻ്റെ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ, അമ്മ ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയായിരുന്നു. അമ്മ ഒത്തിരി സമയം ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ ഒത്തിരി മണിക്കൂർ പ്രാർത്ഥിക്കും.
അമ്മ ഒരു ഡയറിയിൽ അമ്മ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നുള്ളത് ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. അപ്പൊ പലപ്പോഴും ഞാൻ അമ്മയുടെ ഡയറി എടുത്ത് അത് മറിച്ചു നോക്കിയപ്പോ അതിനകത്ത് 2.5 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, ചില ദിവസം അമ്മ 7 മണിക്കൂർ വരെ പ്രാർത്ഥിക്കും. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാറ്, അമ്മ എന്താണ് ഇത്രയും സമയം ദൈവമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പൊ അമ്മ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ദൈവം 3 മക്കളാണ് തന്നെ, ഇവര് 3 പേരും ആം, പ്രാർത്ഥനാ വീരരാക്കണേ, ജോർജ് മുള്ളറെ പോലെ പ്രാർത്ഥനാ വീരരാക്കണേ. അപ്പൊ ഞാൻ അമ്മയോട് പറയും, അമ്മ ആം, എന്നിട്ട് അമ്മ എന്നോട് പറയും, മോന് ഇതുപോലെ പ്രാർത്ഥിക്കണം, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിർബന്ധിക്കും. എനിക്കത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു. ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റണില്ല, ഒരു 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ പറ്റണില്ല. അമ്മ പ്രാർത്ഥിക്കും, ദൈവമേ എന്റെ മക്കളെ പ്രാർത്ഥന വീരരാക്കണേന്ന് പ്രാർത്ഥിക്കുമ്പോ ഞാൻ പറയും, എന്നെ പറ്റി അങ്ങനെ പ്രാർത്ഥിക്കില്ല, കാരണം അത് ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ അമ്മയടുത്ത് പറയും. അങ്ങനെ എനിക്ക് അതിനോട് താല്പര്യം ഇല്ലായിരുന്നു, എന്താന്ന് അറിയില്ലായിരുന്നു. എന്റെ അപ്പയാണെങ്കിൽ എന്നോട് പറയും, മോനെ നമ്മളൊരു വേൾഡ് സിറ്റിസൺ ആണ്, അതുകൊണ്ട് നമ്മളൊരു വേൾഡ് സിറ്റിസൺ ആണ്, അതുകൊണ്ട് മാക്സിമം ഞങ്ങളെ ഒരു ഇംഗ്ലീഷ് സ്കൂളിൽ വിടാനും, ഞാൻ LKG മുതൽ +2 വരെ ഒരു CBSE സ്കൂളിലാണ് പഠിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അപ്പയുടെ ആഗ്രഹം ഞങ്ങൾ പല രാജ്യത്ത് പോകണം, ഇംഗ്ലീഷിൽ പ്രസംഗിക്കണം, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പിന്നെ വിശ്വാസ ജീവിതം ഞങ്ങളെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചു. എന്ത് ആവശ്യമായിട്ട് അപ്പയടുത്ത് ചെന്നാലും പ്രാർത്ഥിക്കുക, കർത്താവ് തരും, അങ്ങനെ പറയും. അപ്പം ഞാനൊരു 10th ക്ലാസ് മുതൽ അപ്പയോട് ഒരു കാര്യം ചോദിക്കാറില്ല. അന്ന് മുതൽ ഒരു വിശ്വാസ ജീവിതം, യേശുവിനോട് ചോദിച്ചാൽ യേശു എല്ലാം തരും എന്നുള്ള ഒരു കാര്യം ചെറുപ്പത്തിൽ പഠിക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ എന്റെ മാതാപിതാക്കളിൽ നിന്ന് നല്ലൊരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ എനിക്ക് കിട്ടി. പക്ഷെ ദൈവമായിട്ട് ഒരു വ്യക്തിപരമായ ഒരു ബന്ധം ഒന്നും ഉണ്ടായിരുന്നില്ല. അവര് പാസ്റ്റർ ആയതുകൊണ്ട് എല്ലാ പ്രാർത്ഥനയ്ക്കും പോകണം, നിർബന്ധമായിട്ട് പോകണം, നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും പോയേ പറ്റൂ, അങ്ങനെയായിരുന്നു. പക്ഷെ എന്നാലും പക്ഷെ അവര് നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. +2 ആയ സമയത്ത്, +2 കഴിഞ്ഞ സമയത്ത് ഞാൻ ICPFന്റെ ഒരു ക്യാമ്പിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്തു. ICPFന്റെ ക്യാമ്പിൽ പങ്കെടുത്ത് എന്റെ ജീവിതത്തില് ഒത്തിരി മാറ്റങ്ങൾക്ക് കാരണമായി. ഞാൻ ആ ക്യാമ്പിൽ പങ്കെടുത്തപ്പോ മിഷണറി അതിനെ പറ്റിയൊക്കെ ആദ്യമായിട്ട് കേൾക്കണം ആ ക്യാമ്പിൽ വെച്ചിട്ട്. അവിടെ വെച്ച് ഇങ്ങനെ കേട്ടപ്പം ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്കായിട്ട് എന്റെ ലൈഫ് സമർപ്പിച്ചു. അതിനുശേഷം +2 കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി പഠിക്കാനായിട്ട് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് എടുത്തത്. അത് കോതമംഗലം MA കോളേജിലാണ് ജോയിൻ ചെയ്തത്. അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ICPFന്റെ ഗ്രൂപ്പ് നല്ല സ്ട്രോങ് ആണ്. അപ്പൊ അവിടുത്തെ സ്റ്റാഫ് വർക്കർ എന്നെ ആ മീറ്റിങ്ങിന് ക്ഷണിച്ചു. അങ്ങനെ ഞാൻ ആ മീറ്റിങ്ങിൽ പോയി. അതുപോലെ ഒത്തിരി ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാൻ ദൈവം സഹായിച്ചു. ആ ക്യാമ്പുകളിൽ അവിടെ എനിക്ക് ഒത്തിരി മാറ്റം ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ആ ക്യാമ്പുകളുടെയൊക്കെ ഇൻഫ്ലുവൻസ് ആയിരുന്നു, എന്റെ അമ്മയുടെ പ്രാർത്ഥന കാരണം ദൈവം എനിക്ക് നല്ലൊരു പ്രാർത്ഥനാ ജീവിതം തന്നു. എപ്പോഴും ഒരു വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത ദൈവം എൻ്റെ ഉള്ളിൽ തന്നു. അങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം 1.5 മണിക്കൂർ കർത്താവിന്റെ കൂടെ ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യും. പിന്നെ അങ്ങ് പേഴ്സണൽ റിലേഷൻഷിപ്പ് എത്ര സ്ട്രോങ് ആയി നടക്കുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ദൈവത്തിന്റെ മഹാകരുണ കാരണം അങ്ങനെ ഈ ക്യാമ്പുകളിലൂടെ ഞാൻ ഒത്തിരി മിഷൻ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ദൈവം സഹായിച്ചു. അതുപോലെ ICPFന്റെ പ്രവർത്തനങ്ങളിൽ ആക്റ്റീവ് ആവാൻ ദൈവം സഹായിച്ചു. അവിടെ സ്റ്റുഡന്റ് ലീഡർ ആയിട്ട് വർക്ക് ചെയ്യാനും എനിക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ കോളേജിൽ പഠിക്കുമ്പോൾ യേശുവിനെ അറിയാത്തതായിട്ട് ഒറ്റ കൂട്ടുകാരെ എനിക്ക് ഉണ്ടാവരുത്. എന്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ അവരെ ഒരു പ്രയർ മീറ്റിങ്ങിന് കൊണ്ടുപോകും. അതിനായിട്ട് ഞാൻ മൺഡേ മുതൽ തേഴ്സ്ഡേ വരെ അവരുടെ അടുത്ത് ഇങ്ങനെ പറയും, ഫ്രൈഡേ ആണ് മീറ്റിംഗ്, അപ്പൊ ഫ്രൈഡേ നിങ്ങൾ മീറ്റിങ്ങിന് വരണം. അങ്ങനെ എന്റെ ക്ലാസ്സിലെ എല്ലാ പിള്ളേരും ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ആ മീറ്റിങ്ങിന് കൊണ്ടുപോയി അവരെ യേശുവിനെ പറ്റി കേൾപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ദൈവം എന്റെ ഉള്ളിൽ തന്നു. അപ്പം ആ ICPFലെ ഒരു പ്രാവശ്യത്തെ ക്യാമ്പിൽ ഞാൻ ഒരു മിഷൻ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തു. ആ മിഷൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ ജിം എലീറ്റിന്റെ ഒരു കഥ അവർ കാണിക്കാനുണ്ട്. ആ ജിം എലീറ്റ് ഇക്വഡോറിൽ മിഷണറി ആയിട്ട് പോയ ഒരു ദേവദാസനാണ്. അവിടെ ഇക്വഡോറിൽ എത്തിയപ്പോ തന്നെ അദ്ദേഹത്തിനെ അവിടുത്തെ കാട്ടുജാതിക്കാര് സ്പീർ കൊണ്ട് കുത്തിക്കൊന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വൈഫും പിള്ളേരും അതേ ആ കാട്ടിലേക്ക് തന്നെ പോയി വീണ്ടും അവരെല്ലാം യേശുവിന് വേണ്ടി നേടാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അതെന്നെ വളരെ ചലഞ്ച് ചെയ്തു. ഞാൻ ദൈവത്തോട് എന്റെ പ്രാർത്ഥനയുടെ രീതികളൊക്കെ മാറ്റി ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്കൊരു മിഷണറി ആവണം. പിന്നെ അതെന്റെ ഒരു സ്ഥിരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. കർത്താവെ, കാരണം ഞാൻ ചിന്തിക്കാൻ ഇടയായിത്തീർന്നു, ഈ ലോകത്തില് എത്ര പൈസ സമ്പാദിച്ചിട്ടും ഒരു കാര്യമില്ല. എത്ര പൈസ സമ്പാദിച്ചാലും
ഞാൻ മരിക്കുമ്പോ എനിക്ക് 1 രൂപ പോലും കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ സ്വർഗത്തിന്റെ ഒരു ദർശനം ദൈവം എന്റെ ഉള്ളിലേക്ക് തരാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞാൻ എന്റെ ചുറ്റുമുള്ള ആൾക്കാരെ വീക്ഷിച്ചു കഴിഞ്ഞപ്പോ സുവിശേഷ വേലയെ അത്ര വിലയുള്ളതായിട്ട് ആരും കാണുന്നില്ല. പലരും ദൈവം സുവിശേഷ വേലക്കാരെ പറ്റി നെഗറ്റീവായിട്ട് സംസാരിക്കുന്നു. നെഗറ്റീവ് മീൻസ് അവര് പറയും ഇവർക്ക് ജോലിയില്ല, പഠിക്കാനായിട്ട് ഒന്നും വിദ്യാഭ്യാസത്തിൽ നല്ല അത്ര പോരാ, അതുകൊണ്ടാണ് ഇവര് വേറെ വഴിയൊന്നും ഇല്ലാതെ ബൈബിൾ കോളേജിൽ പോകുന്നു. അങ്ങനെയൊക്കെ ഞാൻ പലത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു, സുവിശേഷ വേലയാണ് ബെസ്റ്റ് ജോബ് ഈ ലോകത്തെ. ഈ കോളിംഗ് ഒരു സാധാരണ കോളിംഗ് അല്ല. അത് ഞാൻ പ്രൂവ് ചെയ്യും. അതിനുവേണ്ടി ഞാൻ എന്റെ മാക്സിമം ഞാൻ നല്ലതായിട്ട് പഠിക്കും. എത്ര എനിക്ക് പഠിക്കാൻ പറ്റണം അത്രയും നന്നായിട്ട് ഞാൻ പഠിക്കും. നല്ലതായിട്ട് പഠിച്ചിട്ട് ഞാൻ ഏറ്റവും നല്ല ജോലി മേടിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം കളയും. അത് കഴിഞ്ഞ് ഞാനൊരു മിഷണറി ആവും. എന്നിട്ട് ഐ വിൽ പ്രൂവ്. ഞാൻ എല്ലാവരോടും പറയും ഇതാണ് ഒരു ബെസ്റ്റ് ജോലി. കാരണം ഈ ലോകത്തിനെ സൃഷ്ടി ചെയ്തിട്ടുള്ള ദൈവത്തിന്റെ ഒരു വേലക്കാരായിരിക്കാൻ ദൈവം എന്നെ സെലക്ട് ചെയ്ത അത് ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് പ്രൂവ് ചെയ്യണം. പക്ഷെ അതിന് ദൈവത്തിന്റെ എല്ലാവരുടെ മേലും തെരഞ്ഞെടുപ്പുണ്ട്. എന്നാൽ ഒരു സ്പെഷ്യൽ കോളിംഗ്, ഒരു ടൈം ഉണ്ട്. അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. അതെനിക്ക് മനസ്സിലായി. എനിക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ ഞാൻ +2 ആ തീരുമാനം എടുത്തു. എന്റെ തീരുമാനം ഇങ്ങനെ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരുന്നു. ഓരോ ക്യാമ്പിന് പോകുമ്പോൾ ഞാൻ മിഷൻ ബുക്സുകളെല്ലാം മേടിക്കും. മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബുക്സുകളും മേടിക്കും. അപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ വായിച്ച് ഒരു ഓസ്വാൾഡ് ജെ സ്മിത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ ചലഞ്ച് ഓഫ് മിഷൻസ് എന്ന് പറഞ്ഞ ബുക്കാണ് എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത്. ആ ബുക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി, റീച്ച് ദ അൺറീച്ച്. ഇതുവരെ യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് പോകണം, ആർക്കും പോകാൻ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോകണം. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ദൈവത്തോട് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എനിക്ക് 3 മാസത്തെ നമുക്കറിയാം ഡിഗ്രി കഴിഞ്ഞ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് PGക്ക് പോകണ്ട. ആ സമയത്ത് ഞാൻ ഒത്തിരി ഉപവസിച്ച് ദൈവത്തോട് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, നീ ഈ ബ്രേക്ക് ടൈമില് ഒരു ദിവസം ഞാൻ ഉപവസിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ മയങ്ങി കിടന്ന സമയത്ത് ദൈവം പറഞ്ഞു, എഴുന്നേൽക്ക്, ഞാൻ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം. അത് കഴിഞ്ഞ് ദൈവാത്മാവ് എന്നെ ഒരു വിശ്വാസിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി, നമ്മുടെ ചർച്ചില്. അവിടെ ചെന്നപ്പോ ഞാൻ കുറെ പിള്ളേരെ കണ്ടു. അപ്പം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഈ ഹിന്ദു പിള്ളേരാണ്, ഒരു കോളനിയാണ്, നീ ഈ പിള്ളേരെ എല്ലാം വിളിച്ച് ഇവിടെ ഒരു സൺഡേ സ്കൂൾ തുടങ്ങാം. അങ്ങനെ നമ്മുടെ ചർച്ചില് എന്റെ അപ്പയ്ക്ക് എപ്പോഴും പൈനിയർ വർക്കാണ് ഇഷ്ടം. അപ്പയ്ക്ക് വലിയ ചർച്ചുകളൊന്നും ഒരു താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, പേഴ്സണൽ ഇവാഞ്ചലിസം ആണ് അപ്പയ്ക്ക് ഇഷ്ടം. അങ്ങനെ അതുകൊണ്ട് യൂത്ത് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. ഞാനും എന്റെ ബ്രദറും സിസ്റ്ററും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് അവിടെ പോയിട്ട് ആ സൺഡേ സ്കൂൾ നടത്താൻ കർത്താവ് എന്നെ സഹായിച്ചു. കുറെ നടന്ന് ഇങ്ങനെ പോണ ഒരു കോളനിയില്. അപ്പൊ അങ്ങനെ ആ സൺഡേ സ്കൂൾ നടത്തും, തിരിച്ചു വരും. അങ്ങനെ ഈ സാറ്റർഡേസിൽ അങ്ങനെ ചെയ്യുമായിരുന്നു, സൺഡേയിലും. അങ്ങനെ ഇരിക്കുമ്പോ കർത്താവ് എന്നോട് വേറെ വേറെ സ്ഥലങ്ങൾ, ഈ വീട്ടിൽ പോ, ഇന്ന വീട്ടിൽ പോ, ആ വീട്ടിൽ പോയി ചോദിക്കുക. എന്നിട്ട് അങ്ങനെ 3 സ്ഥലത്ത് സൺഡേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ ദൈവം സഹായിച്ചു. ചെറിയ ചെറിയ സൺഡേ സ്കൂൾ, എല്ലാം ഹിന്ദു കുട്ടികള്. അവരെ ഹിന്ദു കുട്ടികളെ അടുത്തുള്ള കോളനിയിലുള്ള പിള്ളേരെ വിളിച്ചിരുത്തി അങ്ങനെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുക. അത് ദൈവം എനിക്ക് തന്ന ഒരു ദർശനമായിരുന്നു. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്ന എന്റെ ഫ്രീ ടൈം, അത് ഫ്രീ ടൈമിലെല്ലാം ഞാൻ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് എന്റെ ഡിഗ്രിയുടെ റിസൾട്ട് വന്നു. അതിനുശേഷം ഞാൻ MSW ചേരാൻ തീരുമാനിച്ചു, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. MSW കൗൺസിലിംഗ് ഞാൻ അത് എടുത്തത് തന്നെ എനിക്ക് സുവിശേഷ വേലയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അപ്പം അങ്ങനെ അത് എടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ദൈവം സഹായിച്ച് ഞാൻ പെരുമ്പാവൂരുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാം ICBFന്റെ ക്യാമ്പിനെല്ലാം പോകുമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ഒത്തിരി പഠിക്കാനുണ്ട്, അതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. പക്ഷെ എന്നാലും പഠനത്തെക്കാൾ കൂടുതൽ ആത്മീയ വിഷയങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തു. കാരണം എനിക്ക് ഈ മിഷൻ എന്റെ ദൈവം എന്റെ ഉള്ളിൽ തന്നതുകൊണ്ട് ഞാൻ അറിയാതെ തന്നെ അതിന് പ്രയോറിറ്റി കൊടുത്തു പോകും. പക്ഷെ എന്റെ പഠന കാര്യങ്ങളിൽ ഞാൻ കുറവ് വരുത്തിയില്ല. കാരണം ഞാൻ പഠിക്കണത് തന്നെ യേശുവിന് വേണ്ടിയാണ്. ഞാൻ പഠിച്ച് മാർക്ക് മേടിക്കണത് യേശുവിന് വേണ്ടിയാണ്. അതുകൊണ്ട് അവിടെയും ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാനും ഗ്രൂപ്പിൽ പിള്ളേരെ കൊണ്ടുപോകാനും ഹിന്ദു പിള്ളേരെയൊക്കെ കൊണ്ടുപോകാൻ കർത്താവിനെ സഹായിച്ചു. അങ്ങനെ പിന്നെ ഈ മിഷൻ സമർപ്പണം എല്ലാ ദിവസവും കർത്താവിന്റെ അടുത്ത് പറയുമായിരുന്നു, കർത്താവ് ഐ എം റെഡി ടു ഗോ. പക്ഷെ സമയമായിട്ടില്ല, വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ എന്റെ പഠിത്തം കഴിഞ്ഞു. ദൈവം സഹായിച്ച് എനിക്ക് MSWന് MG യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജ് ആയിരുന്നു. അവിടെ എനിക്ക് ഫസ്റ്റ് റാങ്ക് ദൈവം തന്നു. MSWന് ഫസ്റ്റ് റാങ്ക് MG യൂണിവേഴ്സിറ്റിന്ന് ദൈവം എനിക്ക് തന്നു. അങ്ങനെ എന്റെ ഫോട്ടോ പത്രങ്ങളില് മാഗസീനിലൊക്കെ വന്നു. അങ്ങനെ ദൈവം എനിക്ക് നല്ലൊരു വിജയം തന്നു. എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഉടനെ തന്നെ എനിക്ക് ജോലിയും കിട്ടി.
ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ, ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ കർത്താവ് എനിക്ക് തന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഈ നമ്മുടെ പത്രങ്ങളിലൊക്കെ ഫോട്ടോ കാണുമല്ലോ, ഫസ്റ്റ് റാങ്ക്, അതുപോലെ എന്റെ ഫോട്ടോ വരണം കർത്താവെ. ഞാൻ എന്നിട്ട് എല്ലാരോടും പറയും എനിക്ക് യേശു ആണ് ഈ റാങ്ക് തന്നെന്ന്. അത് യേശുവിന് വേണ്ടിയാണ് ഞാൻ ഈ റാങ്ക് മേടിച്ചിട്ടുള്ളത്. കർത്താവാണ് എനിക്ക് തന്നത്. അത് ദൈവനാമഹത്വത്തിന് വേണ്ടിയാണ്. അങ്ങനെ എനിക്ക് അപ്പൊ തന്നെ ജോലിയും കിട്ടി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. എല്ലാവരും എന്നോട് പറയാൻ തുടങ്ങി, നീ നല്ല മിടുക്കിയാണ്, പഠിക്കാൻ നല്ല മിടുക്കി, നീ ഒരു കാര്യം ചെയ്യും, നീ PSC ടെസ്റ്റിന് ഒക്കെ ശ്രമിക്കും, നിനക്ക് PSC ഗവൺമെന്റ് ജോലി കിട്ടും. പിന്നെ അല്ലെങ്കിൽ വേറെ ആൾക്കാർ പറയാം, നീ ഒന്ന് ബാങ്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, നിനക്ക് ബാങ്കിലെ മാനേജർ ഒക്കെ ആയിട്ട് ജോലി കിട്ടും. അല്ലെങ്കിൽ നീ ഇംഗ്ലീഷ് നല്ല, നീ IELTS ഒന്ന് ശ്രമിച്ചു നോക്കുക. അങ്ങനെ IELTS ഞാൻ എഴുതി, എനിക്ക് ഓവറോൾ 7 കിട്ടി. അവര് പറഞ്ഞു, നീ യൂറോപ്യൻ കൺട്രിയിൽ പോയി, നഴ്സിനേക്കാളും നല്ല ശമ്പളം കിട്ടും, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ. പക്ഷെ എന്റെ ഉള്ളില് ഇതിങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ്, എനിക്ക് മിഷണറി ആയാൽ മതി, എനിക്ക് ഇതൊന്നും വേണ്ട. അപ്പം അതുകൊണ്ട് ഞാൻ ബൈബിള് വായിച്ച് ദൈവത്തോട് അതിനുള്ള അനുവാദം ചോദിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു. യോഹന്നാൻ 21-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ഞാൻ കർത്താവിനെ പറഞ്ഞു, ഇവയിൽ അധികമായി ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. എനിക്ക് മിഷണറി ആയാൽ മതി, എനിക്ക് ഇതൊന്നും വേണ്ട. കാരണം അതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യ പദവിയായിട്ട് ഞാൻ അതിനെ കണ്ടു. പക്ഷെ ദൈവം എന്നെ വിളിക്കണം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാണ് കർത്താവ് എന്നെ വിളിക്കുകയാണ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ കർത്താവിനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ സെക്കൻഡിൽ ഇറങ്ങാനായിട്ട് ഞാൻ തയ്യാറാണ്. പക്ഷെ ക്ലിയർ ആയിട്ട് പറയണം. അങ്ങനെ ഞാൻ കർത്താവിന്റെ അടുത്ത് പറയായിരുന്നു. ആ സമയത്ത് നമ്മുടെ കല്യാണാലോചന, എന്റെ കല്യാണ സമയമായി, എനിക്ക് 24 വയസ്സായി. അപ്പം എന്റെ പേരൻസ് കല്യാണം ആലോചിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഇച്ചിരി ടെൻഷനിലായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് എന്നെ പോലെ തന്നെ ചിന്തിക്കുകയും മിഷൻ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഒരു മിഷണറി ആവാൻ സാധിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ജോലിയുള്ള ആള് വേണം എനിക്ക്. കാരണം ജോലി വേണം, എന്നിട്ട് വേണമല്ലോ അത് കളയാൻ. അപ്പം ഞാൻ കർത്താവിനോട് പറയും, ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ എങ്ങനെയുള്ള ആൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ ജോലിയുള്ള ആള് വേണം. നല്ല ജോലിയുള്ള ആള്, നല്ല ശമ്പളമുള്ള ആള്. പക്ഷെ കർത്താവ് വിളിക്കുമ്പം ജോലി കളഞ്ഞ് മിഷണറി ആവാൻ തീരുമാനമുള്ള ഒരാളെ ദൈവം എനിക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലവ് മാരേജ് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല. അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. പക്ഷെ ആ സമയത്ത് അറേഞ്ച് മാരേജിൽ നമുക്കൊരു 5 മിനിറ്റ് സമയം തരും പെണ്ണിന് ചെറുക്കന് സംസാരിക്കും. ആ സമയത്ത് ഞാൻ ഒന്നും സംസാരിക്കില്ല. അപ്പൊ ആ വ്യക്തി, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയണം, ഞാനൊരു മിഷണറി ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്നോട് ഇങ്ങോട്ട് പറയണം. അതാണ് എന്റെ ഡിമാൻഡ്. അതാണ് ഞാനും ദൈവമായിട്ടുള്ള ഒരു ഒരു എഗ്രിമെന്റ്. ഞാൻ ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ആളാന്ന് എനിക്ക് മനസ്സിലാവാനുള്ള ഒരു മീൻസ് ആണത് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, മോൻ എന്താണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയുള്ള ചെറുക്കന്മാരെ ഒന്നും കിട്ടാൻ എളുപ്പമൊന്നുമല്ല. നല്ല ജോലിയുള്ള, നല്ല ശമ്പളമുള്ള ഒരാള് എങ്ങനെ അത് കളയും, എങ്ങനെ അതൊക്കെ ഉപേക്ഷിക്കും എന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ +2 മുതൽ ആഗ്രഹിക്കുന്നതാണ് എനിക്കൊരു മിഷണറി ആവാൻ വേണ്ടി. അതുകൊണ്ട് അത് എനിക്ക് സ്വന്തമായിട്ടുണ്ടായ ആഗ്രഹമൊന്നുമല്ല. എന്റെ കൂട്ടുകാരും എന്റെ ചുറ്റുമുള്ളവരൊക്കെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കണോ, നല്ല സ്ഥലം. എനിക്ക് എന്താ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്ത? എനിക്ക് ഇങ്ങനത്തെയൊക്കെയാണ്, അത് ദൈവം എനിക്ക് തന്നതാണ്, ദൈവം ഇതിനു വേണ്ടി എന്നെ കണ്ടേക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ആളെ തന്നെ എനിക്ക് ദൈവം തരും. അമ്മ അങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവം അങ്ങനത്തെ ഒരാളെ കൊണ്ടുവരും എന്നൊക്കെ ഞാൻ അപ്പൊ അമ്മ പറഞ്ഞു, ഓക്കെ മോൻ അങ്ങനെയാണ് ആഗ്രഹം, ഞാൻ കർത്താവിന്റെ അടുത്ത് അങ്ങനെ പറയാം. അങ്ങനെ അമ്മ എനിക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചു. കർത്താവ്, ഈ ലോകത്ത് അങ്ങനെ എവിടെയെങ്കിലും അങ്ങനെ ഒരു ചെറുക്കനുണ്ടെങ്കിൽ എന്റെ മോൾക്ക് അങ്ങനെയുള്ള ഒരാളെ ഞാൻ കൊണ്ട് കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ ദൈവമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കുമ്പോഴും ഇതിനെ പറ്റി സംസാരിക്കും. വിവാഹത്തെ പറ്റി ഒരു പ്രയോറിറ്റി കൊടുത്ത് തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം വിവാഹം ഒരു മെയിൻ ഡിസിഷൻ ആണ്. അതിൽ എന്റെ ഇഷ്ടങ്ങളൊന്നും വരാൻ പാടില്ല. കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള തന്നെയുള്ള ആളെ കല്യാണം കഴിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് അനുപേട്ടന്റെ ആലോചന വന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 മിനിറ്റ് സമയം തന്നു. 5 മിനിറ്റ് പെണ്ണിനും ചെറുക്കനും സംസാരിക്കാം. ആ സമയത്ത് അനുപേട്ടൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് ഡൽഹിയിൽ ജോലി ചെയ്യുന്നു. ഞാനിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവം എന്നെ വിളിക്കുകയാണെങ്കിൽ, ദൈവം എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ജോലി ഉപേക്ഷിച്ച് മിഷണറി ആയിട്ട് പോവാൻ എനിക്കൊരു തീരുമാനമുണ്ട്. പിന്നെ അനുപേട്ടൻ പറഞ്ഞു, നമ്മുടെ ജീവിതം ഒരു പായ്ക്കപ്പൽ പോലെയാണ്.
കാറ്റ് ഏത് ദിശയിലേക്ക് അടിക്കണം ആ ദിശയിലേക്കായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവം എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ മിഷണറി ആവാൻ തീരുമാനം എടുത്തിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞു. ആ മിഷണറി എന്ന ഒരു വാക്ക് ഞാൻ കേട്ടതും ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം ഞാൻ കർത്താവിനോട് പറഞ്ഞ അതേ കാര്യം തന്നെ ദൈവം അതിന് ഉത്തരം എന്നെ തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചു. അതിനുശേഷം ഞാൻ കിച്ചണിൽ ചെന്നിട്ട് അമ്മയോട് പറഞ്ഞു, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ആള് ഇത് തന്നെയാണ്. അങ്ങനെ പറയാനായിട്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും ഉപസിച്ചു, ദൈവഹിതാണോ എന്ന് വീണ്ടും ചെക്ക് ചെയ്തു. അങ്ങനെ അതുപോലെ തന്നെ എന്റെ രണ്ട് പേരൻസിനും, എന്റെ പേരൻസിനും, ഫാദറിനും മദറിനും അനുവേണ്ട പേരൻസിനും എല്ലാവരും പല കാര്യങ്ങളും നോക്കുമല്ലോ, വീട് പല കാര്യങ്ങളും, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുള്ള് പേരൻസിന്റെ ഒരു ഫുള്ള് ബ്ലെസ്സിങ്ങോടെ ഞങ്ങളുടെ വിവാഹം നടക്കാനായിട്ട് ദൈവം സഹായിച്ചു. 2012 അത് അങ്ങനെയൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് അനുപേടിന്റെ ജോലി ഡൽഹിയിലായിരുന്നു. അപ്പൊ എന്നെ ഡൽഹിയിൽ കൊണ്ടുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എത്രയും പെട്ടെന്ന് ഇനി അധികം ദിവസം താമസിയാതെ ഞാൻ മിഷണറി ആവും എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് അവിടേക്ക് ചെന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അനുപേട്ടൻ ജോലിയിൽ ഭയങ്കര തിരക്കാ. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ലാത്തതുകൊണ്ട് ജോലി കിട്ടണില്ല. അപ്പം പിന്നെ എനിക്ക് ഒരു ജോലി കിട്ടി. ഞാൻ അതിൽ 6 മാസം ജോലി ചെയ്തു. ആ സമയത്ത് ഞങ്ങള് അവിടെയും സ്ലംസിലൊക്കെ പോയിട്ട് വീണ്ടും സൺഡേ സ്കൂളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നാട്ടിൽ ചെയ്ത പോലെ തന്നെ അവിടെ 2-3 സ്ഥലത്ത് സ്ലമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സ്ലമ്മില് ഇങ്ങനെ സൺഡേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് പിന്നീട് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഈ സൺഡേ സ്കൂളിന് പോയ ആ ഒരു ദിവസം, ഒരു സൺഡേ എനിക്ക് അബോർഷനായി. അങ്ങനെ ഞങ്ങള് ഒത്തിരി സ്ഥലത്ത് യാത്ര ചെയ്തു. അന്ന് വൈകുന്നേരം പെയിൻ വന്ന ആ കുട്ടി അബോർഷനായി. അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമായിരുന്നു. കാരണം ഞാൻ കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, കർത്താവ് ഞാൻ സൺഡേ സ്കൂൾ നടത്താൻ പോയ ആ ദിവസമാണല്ലോ ഇങ്ങനെ അബോർഷൻ ആയത്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എനിക്ക് ദൈവത്തോട് 2 ദിവസം സംസാരിക്കാൻ പോലും സാധിച്ചില്ല. ആ സമയത്ത് ഞാൻ സബ് കുച്ച് യേശു ഹേ എന്നൊരു പാട്ടുണ്ട്, സബ് കുച്ച് യേശു. ആ പാട്ട് എനിക്ക് ഓർമ്മ ഉണ്ട്. എനിക്ക് സബ് കുച്ച് യേശു ആയിരുന്നു, എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഞാൻ വിഷമിച്ചിരുന്ന സമയത്ത് ദൈവം, ഞാൻ ഒരു ദിവസം കരഞ്ഞോണ്ടിരുന്ന സമയത്ത് ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിൽ ഇങ്ങനെ അനുവേണനാണ് ദർശനം കണ്ടത്. ആ ദർശനത്തിൽ ഒരു വെൽവെറ്റ് ക്ലോത്തിൽ ഒരു ജ്വൽ ഞങ്ങളുടെ മുമ്പിലേക്ക് ദൈവം ഇങ്ങനെ നീട്ടി തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി നമുക്കുണ്ടാവുന്ന കുഞ്ഞിനെ നമ്മൾ ജ്വൽ എന്ന് പേരിടും. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് 1 വർഷത്തിന് ശേഷം പിന്നെ ഒരു കുഞ്ഞ് ജനിക്കാനിടയിൽ തീർന്നു. ഞങ്ങൾ ജ്വൽ എന്ന് തന്നെ ആ പേരിട്ടു. അങ്ങനെ ആ കുഞ്ഞ് ജനിച്ചു. അങ്ങനെ അതും ഡൽഹിയിലായിരുന്നു. അപ്പൊ ഡൽഹിയിൽ അനുവേടൻ ജോലിയിൽ നല്ല തിരക്ക്. കുഞ്ഞുണ്ടായതിനു ശേഷം എനിക്ക് പുറത്തേക്കുള്ള എല്ലാ എൻഗേജ്മെന്റ്സും സ്റ്റോപ്പ് ചെയ്തു. ഞാൻ എപ്പോഴും റൂമിന്റെ ഉള്ളിൽ തന്നെ കുഞ്ഞിനെ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഭാഷയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് പിശാച് എന്നെ ഒത്തിരി ഇന്റേണൽ ഫൈറ്റ്സ് എനിക്ക് വന്നു. നീ ഒരിക്കലും മിഷണറി ആവാൻ പോണില്ല, നീ പോണില്ല, കണ്ടോ, നീ നോക്ക്, യു ആർ ലോക്ക്ഡ് അപ്പ് ഇൻ ദ 4 വാൾസ് ഓഫ് ദിസ് റൂം. നിന്നെ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ റൂമിന്റെ ഉള്ളിൽ. നിനക്ക് മിഷണറി ആവാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയും, ഇല്ല, കർത്താവിന്റെ ഇഷ്ടമാണ്, എന്തെങ്കിലും ഞാൻ മിഷണറി ആവും, കർത്താവ് എന്നെ മിഷണറി ആക്കും. അങ്ങനെ പിശാചിന്റെ അടുത്ത് ഒരു ഫൈറ്റ്. കുറെ ഡയറിയിലൊക്കെ ഫുള്ള് എഴുതി വെക്കായിരുന്നു, ഞാൻ ഒരു ദിവസം മിഷണറി ആവും, ദൈവം എന്നെ മിഷണറി ആക്കും. അങ്ങനെ ഞാൻ ഇങ്ങനെ എഴുതി വെക്കായിരുന്നു. ദൈവമേ, ഞാൻ വെയിറ്റ് ചെയ്ത് മടുത്തു, എന്നാണ് കർത്താവ് എന്നെ വിളിക്കണേ? അങ്ങനെ ഞാൻ ചോദിച്ചു എന്റെ ഡയറി മുഴുവൻ ഇങ്ങനെ, വൈ ആർ യു നോട്ട് കോളിംഗ് മീ, വൈ ആർ നോട്ട് ഗിവിംഗ് മീ വിഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി വെക്കായിരുന്നു. അപ്പം ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അമ്മ പറയും, മോനെ വെയിറ്റ് ചെയ്യണം, ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്, അങ്ങനെ പറയും. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ ആയിരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഒരു ഫ്ലാറ്റ് ഒക്കെ മേടിച്ച് ചെറുതായിട്ട് ഇങ്ങനെ സെറ്റിൽ ആവാനൊക്കെ ആയ സമയത്ത് എനിക്ക് വിഷമാണ്. കാരണം ഇങ്ങനെ സെറ്റിൽ ആയി കഴിഞ്ഞാൽ മിഷണറി ആവാൻ പറ്റിയില്ലെങ്കിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനുവേട്ടൻ പെട്ടെന്ന് ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് അനുവേട്ടൻ പറഞ്ഞു, നമ്മൾ നാട്ടിലേക്ക് പോവാണ്. അപ്പൊ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഇപ്പൊ നാട്ടിൽ പോകേണ്ട ഒരു കാര്യമില്ല, ഡൽഹിയിൽ എല്ലാം നല്ല ജോലിയുണ്ട്, വീട് മേടിച്ച് ഫ്ലാറ്റ് മേടിച്ച്, എന്തിനാണ് നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനൊന്നും ചോദിച്ചില്ല, കാരണം അനുവേട്ടൻ പറഞ്ഞിട്ടുണ്ട് കാറ്റടിക്കുമ്പോ നമ്മൾ പോകും. അപ്പൊ എനിക്ക് മനസ്സിലായി, ആ കാറ്റടിച്ചു, അപ്പൊ നാട്ടിൽ പോവാ. അപ്പൊ ഞാൻ വിചാരിച്ചു, നാട്ടിൽ പോകുമ്പം ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ പോകുമ്പോ നാട്ടിൽ ജോലി കിട്ടില്ല. നാട്ടിൽ ജോലി കിട്ടാതിരിക്കുമ്പോ ഞങ്ങൾ കുറെ ദിവസം ഉപസിക്കും. അപ്പൊ കർത്താവ് പറയും, ആ മോനെ ഇങ്ങ് പോരെ, ഈ ദേശത്തേക്ക് പോ. അങ്ങനെ ദൈവം കാണിച്ചു തരും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തില് സന്തോഷത്തോടെ നാട്ടിൽ പോയി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞങ്ങള് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, രണ്ടുപേരും ഉപവസിച്ചു.
ഉപവസിച്ച് പ്രാർത്ഥിച്ച ശേഷം ദൈവം ഞങ്ങളോട് ഒന്നും സംസാരിച്ചില്ല. ഒന്നും സംസാരിച്ചില്ല. ആം, ആ ഒരു വാക്യം തന്നു, പക്ഷെ ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. മരുഭൂമിയിലെ വേഴാമ്പല് പോലെ ആണ്, അങ്ങനെ അർത്ഥമുള്ള ഒരു വാക്യം കിട്ടി. അതെന്താന്ന് മനസ്സിലായില്ല ആ സമയത്ത്. പക്ഷെ ഉപവസിച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ അനുവേണ്ണ അതിനേക്കാളും ഡൽഹിയിൽ ഉണ്ടായിരുന്നതിനേക്കാളും നല്ല ജോലി, കൊച്ചി മെട്രോയില് സിവിൽ എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടി. അങ്ങനെ കൊച്ചി മെട്രോ എറണാകുളത്തേക്ക് ജോലി സംബന്ധമായിട്ട് പോയി. പിന്നെ അതിനുശേഷം ഞാൻ വീണ്ടും പ്രഗ്നന്റ് ആയി. എനിക്കൊരു ബേബി, ഒരു മോൻ ജനിച്ചു. ആദ്യം ഒരു മോളായിരുന്നു, പിന്നെ ഒരു മോൻ ജനിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും തൃശ്ശൂര്, വീണ്ടും എനിക്ക് പ്രവർത്തനങ്ങൾ, എന്റെ മിഷൻ ചിന്തകള് സ്വപ്നങ്ങളൊക്കെ നടക്കാത്ത പോലെ വീണ്ടും ഡൽഹിയിൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ സാലറിയില്, നല്ല അന്തരീക്ഷത്തില്, സ്വന്തം ഫാമിലിയുടെ കൂടെ, പേരൻസിന്റെ കൂടെ, എല്ലാ കാറ്, എല്ലാ വണ്ടികള്, എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടെ കേരളത്തിൽ വീണ്ടും ഡൽഹിയിൽ ഉണ്ടായിരുന്നതിനേക്കാളും നല്ല ഒരു ലക്ഷറി ലൈഫിൽ ഞങ്ങള് കേരളത്തിൽ ജീവിക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് എനിക്കും ദൈവം ഒരു ജോലി തന്നു. അത് എനിക്ക് തൃശ്ശൂര് റൗണ്ടില് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലില് കോൺട്രാക്ട് ബേസിലായിരുന്നു. എന്നാലും അഡോളസന്റ് ഹെൽത്ത് കൗൺസിലറിന്റെ പോസ്റ്റിലേക്ക് എനിക്ക് ജോലി കിട്ടി, കൗൺസിലിങ്ങിന്. അപ്പം അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ജോലി. ആ ജോലിയിൽ വെച്ചിട്ട് എനിക്ക് ഒത്തിരി സുവിശേഷം പറയാൻ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അനുപേട്ടനും കൊച്ചി മെട്രോയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ദൈവം ഒരു മോള്, ഒരു മോൻ, എല്ലാം വെൽ സെറ്റിൽഡ്, വെൽ ഹാപ്പി. പക്ഷെ ഐ വാസ് നെവർ ഹാപ്പി. ഞാൻ കർത്താവിന്റെ അടുത്ത് പറയും, കർത്താവ് എനിക്ക് മിഷണറി ആവണം, കർത്താവ് വിളിക്കണം. അപ്പൊ അനുവേണ്ട സാലറി ഇൻക്രീസ് ചെയ്യും, അനുവേണ്ട ഇൻക്രിമെന്റ് കൂട്ടുകയൊക്കെ ചെയ്യുമ്പോ ഞാൻ ഒരിക്കലും സന്തോഷിച്ചിട്ടില്ല. ഞാൻ വിഷമിച്ചു. കർത്താവ് ഇങ്ങനെ ഞങ്ങളുടെ ലക്ഷറി ലൈഫ് കൂടിക്കൊണ്ടിരുന്ന ഞങ്ങൾ ഇതെങ്ങനെ കളഞ്ഞിട്ട് കർത്താവ് വിളിക്കുമ്പോ എങ്ങനെ പോകും? പിന്നെ ഞങ്ങളുടെ പിള്ളേര് ഈ ലക്ഷറി എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പോയാൽ അവര് ഞങ്ങളുടെ ഒപ്പം വരാൻ കൂട്ടാക്കിയില്ലെങ്കിലോ? അവര് ചെറുതായിരിക്കുമ്പോ തന്നെ പോണം, അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണതിന് മുമ്പ് തന്നെ ഇവിടുന്ന് പോണം. കർത്താവ് പറയണ ദേശത്തേക്ക് പോണം, അൺറീച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോണം, ആർക്കും പോകാൻ ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് പോണം. അങ്ങനെ ഞാൻ ദൈവത്തോട് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും തന്നെ കർത്താവിനെ റിമൈൻഡ് ചെയ്യും, കർത്താവ് എന്താ വിളിക്കാത്തെ, കർത്താവ് എന്താ വിളിക്കാത്തെ, അങ്ങനെ ചോദിക്കും. അപ്പൊ അമ്മ പറയും, വെയിറ്റ് ചെയ്യും മോനെ, വെയിറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഇറ്റ്സ് ബീൻ സോ ലോങ്, ഒത്തിരി വെയിറ്റ് ചെയ്തു കർത്താവ്, ഒത്തിരി വെയിറ്റ് ചെയ്തു, അങ്ങനെ പറയും. പക്ഷെ ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ അനുപേട്ടൻ പിന്നെ അനുപേട്ടൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം അനുപേട്ടനോട് ഫാസ്റ്റിംഗ് എടുക്കണം എന്ന് സംസാരിച്ചു. അങ്ങനെ അനുപേട്ടൻ ഒരു സൺഡേ ഫാസ്റ്റിംഗ് എടുത്ത് സഭായോഗത്തിന് ഇരിക്കുന്ന സമയത്ത്, സഭായോഗത്തിന് വെച്ച് തന്നെ പാസ്റ്റർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോ, പാസ്റ്റർ ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അനുപേട്ട ഉള്ളിൽ ദൈവാത്മാവ് സംസാരിച്ചു, മോനെ ഇനി 6 മാസം കൂടെ ജോലി ചെയ്യാനുള്ളൂ, 6 മാസം കഴിയുമ്പോൾ റിസൈൻ ചെയ്യണം. അങ്ങനെ ദൈവാത്മാവ് സംസാരിച്ചു. അങ്ങനെ ക്ലിയർ ആയിട്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ ഫാസ്റ്റിംഗ് എടുത്തു. അപ്പൊ അനുപേണ്ണോട് ദൈവം ക്ലിയർ ആയിട്ട് സംസാരിച്ചു, 6 മാസം കഴിയുമ്പോൾ റിസൈൻ ചെയ്യും. അങ്ങനെ അനുപേണ്ണ അത് എന്റെ അടുത്ത് പറഞ്ഞപ്പം നമ്മള് റിസൈൻ ചെയ്യാൻ പോവാണ്, നമ്മൾ രണ്ടുപേരും ജോലി റിസൈൻ ചെയ്യാൻ പോവാണ്. 6 മാസത്തിന് ശേഷം നമ്മൾ രണ്ടുപേരും ജോലി റിസൈൻ ചെയ്യാൻ പോവാം. അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇത്രയും നാളെ ഞാൻ കാത്തിരുന്ന എന്റെ എന്റെ ഡ്രീം എന്ന് ഞാൻ പറയണില്ല, ദൈവം എന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ദൈവത്തിന്റെ മഹാകരുണയാൽ ദൈവം എനിക്ക് തന്ന ആ ഡ്രീമിലേക്ക് കർത്താവ് നടത്താൻ പോവാണല്ലോ, അത് സംഭവിക്കാൻ പോവാണല്ലോ എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായി. പക്ഷെ അതോടൊപ്പം എനിക്ക് 2 ദിവസം ഭയങ്കര ടെൻഷനും വന്നു, മാനസികമായിട്ട് ചിന്തിക്കും. പക്ഷെ ദൈവം എന്നെ ബലപ്പെടുത്തി. അതിനുശേഷം ഞാൻ ജോലി ചെയ്യായിരുന്നു, അവിടെ ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്തു. എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ കൊച്ചി മെട്രോയുടെ കൊച്ചി എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ഇൻചാർജ് ആയിരുന്നു. അപ്പൊ റിസൈൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി തൃശ്ശൂര് ഓഫീസ്, ആ കമ്പനിയുടെ ഓഫീസ് തൃശ്ശൂരാ. അപ്പൊ അവിടെ റിസൈൻ ലെറ്റർ ആയിട്ട് മാനേജറെ കാണാൻ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ട്. ആ ലെറ്ററിൽ അനുപേട്ടനെ 7 ഡിസ്ട്രിക്റ്റിന്റെ ഇൻചാർജ് ആക്കാൻ വേണ്ടി ലെറ്റർ എഴുതി പുള്ളി റെഡിയാക്കി വെച്ചിരിക്കുന്നു മേശപ്പുറത്ത്. അപ്പം അനുപേട്ടൻ റിസൈൻ ലെറ്റർ കൊടുക്കുന്ന സമയത്ത് സാറ് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു ലെറ്റർ തരാനിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ അനുപേട്ടൻ ചോദിക്കും, അതെന്തല്ലേ? അപ്പൊ പറഞ്ഞു, നീ വായിച്ചു നോക്കുന്ന പറഞ്ഞു. ലെറ്റർ കൊടുത്തപ്പോ അതിനകത്ത് ഇങ്ങനെ 7 ഡിസ്ട്രിക്റ്റിന്റെ നിന്റെ വർക്കിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി, നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും അനുപേട്ടന്. അപ്പം ആ വർക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ്, അതുകൊണ്ട് നിന്നെ 7 ജില്ലയുടെ ഇൻചാർജ് തരാൻ പോവാ എന്ന് പറഞ്ഞു.
അപ്പൊ അനുവേട്ടൻ പറഞ്ഞു, ഞാൻ സാറിന് വേറൊരു ലെറ്റർ തരാനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് റിസിഗ്നേഷൻ കൊടുത്തു. അപ്പൊ സാറ് പറഞ്ഞു, എന്ത് പറ്റി, ജോലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചത്. അപ്പൊ പറഞ്ഞു, ഇല്ല ഒരു പ്രശ്നമില്ല, പക്ഷെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. സാറിന് അതൊന്നും മനസ്സിലായില്ല, സാറ് ഹിന്ദുവാ. സാറ് പറഞ്ഞു, നല്ലതായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുക എന്നൊക്കെ ഉപദേശിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല സാറേ, എന്നെ ഇപ്പോഴേ ഏൽപ്പിച്ചേക്കുന്ന വർക്ക് 6 മന്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആവും. അപ്പൊ ഞാൻ എന്തായാലും കമ്പനി വിടും എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ദൈവം സഹായിച്ച ആ ഒരു തീരുമാനത്തിലേക്ക് വരാൻ ദൈവം ഞങ്ങളെ രണ്ടുപേരെയും സഹായിച്ചു. രണ്ടുപേരും റിസൈൻ ചെയ്തു. ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ ഞങ്ങളെ ആത്മീയമായിട്ട്, എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ICPF-ന്റെ ഒരു സ്റ്റുഡന്റ് ലീഡർ ആയിട്ടും ഒക്കെ വർക്ക് ചെയ്ത ആളാണ്. ഞാനും എന്റെ ഏരിയയിൽ സ്റ്റുഡന്റ് ലീഡർ ആയിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പൊ ഞങ്ങൾ ICPF ഞങ്ങൾക്ക് ഒത്തിരി പോർഷൻ ഇത് തന്നിട്ടുണ്ട്, മിഷൻ ചിന്തകൾ തന്നിട്ടുണ്ട്. അപ്പൊ ICPF-ൽ വർക്ക് ചെയ്യണോ, പിന്നെ അനുപേന്റെ ഫാദർ മദർ ഇന്ത്യ മിഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയിൽ പ്രവർത്തനങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ട് ബീഹാറിൽ. അപ്പൊ ഞങ്ങൾ കൺഫ്യൂഷൻ, ഏത് ടൈപ്പ് ഓഫ് മിനിസ്ട്രി ചെയ്യണം, ഏത് ദേശത്ത് പോകണം, ഏത് മിഷന്റെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്യണം. കർത്താവ്, ഞങ്ങൾ അതിരാവിലെ ഒരു ദിവസം എഴുന്നേറ്റ് ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഗൈഡൻസ് ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് അനുപേട്ടന് ദൈവം ഒരു ദർശനം കാണിച്ചു കൊടുത്തു. അത് നേപ്പാളിൽ പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്റർ ടോണി തോമസ്, അദ്ദേഹത്തിന്റെ ഫേസ് ദൈവം കാണിച്ചു തന്നു. അതിനുശേഷം ദൈവാത്മാവ് പറഞ്ഞു, ഈ ഇദ്ദേഹത്തോട് കൂടെ വർക്ക് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞങ്ങള് ആ ടോണി തോമസ് എന്ന് പറഞ്ഞ പാസ്റ്റർ എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ മോനാണ്. മീൻസ് അദ്ദേഹത്തിന്റെ പാസ്റ്റർ എന്റെ ഹസ്ബൻഡിന്റെ ചർച്ചിലെ പാസ്റ്റർ ആയിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അങ്ങനെ അവര് തമ്മിൽ പരിചയമുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ടോണി തോമസ് എന്ന ഈ പാസ്റ്റർ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു 10 വർഷത്തിൽ കൂടുതലായി. അനുപെണ്ണ് അദ്ദേഹം നേപ്പാളിലാന്ന് അറിയാം, പക്ഷെ അദ്ദേഹത്തിന്റെ നമ്പർ ഒന്നും ഇല്ല. അങ്ങനെ നമ്പറൊക്കെ കളക്ട് ചെയ്ത് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തപ്പോ ആ സമയത്ത് അദ്ദേഹം നേപ്പാളിൽ നിന്ന് കേരളത്തിൽ ഒരാഴ്ചത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ഞങ്ങളുടെ വീടുമായിട്ട് അധികം ദൂരമില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നു. ഞങ്ങളിങ്ങനെ നേപ്പാളിലെ ദർശനം കണ്ട കാര്യം പറഞ്ഞു. അദ്ദേഹം ഇവിടെ നേപ്പാളിൽ ഇരുന്ന് 5 കൊല്ലമായിട്ട് നേപ്പാളിൽ വർക്ക് ചെയ്തിട്ട് ഒരു കൂട്ടിന് വേണ്ടി ദൈവമേ കൂട്ടിനും കൂട്ടായ്മയ്ക്കായിട്ട് ആൾക്കാരെ അയക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ തീരുമാനം പുള്ളിയെ അറിയിച്ചപ്പോൾ പുള്ളി വളരെ സന്തോഷമായി. കാരണം ഒരു മലയാളി ദൈവം അയച്ച് വന്നിരിക്കണം. അപ്പൊ അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചു സന്തോഷത്തോടെ. അങ്ങനെ ഞങ്ങള് റിസൈൻ ചെയ്തു ദൈവത്തിന്റെ കൃപയാൽ. അതുപോലെ തന്നെ ഞങ്ങളുടെ പേരൻസിന്റെ അടുത്ത് ഞങ്ങൾക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരു പേരൻസും അവരുടെ മക്കള് പെട്ടെന്ന് ജോലിയെല്ലാം റിസൈൻ ചെയ്ത് അവർക്ക് ഒത്തിരി ചിന്തകളുണ്ടാവും. ഈ ലക്ഷറി ഒരു കംഫർട്ട് സോണിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പം എങ്ങനെ അവര് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യും, പല ചിന്താകുലങ്ങൾ. ആ സമയത്ത് എന്റെ ഹസ്ബൻഡിന്റെ പേരൻസ് ആണെങ്കിൽ ഫുൾ സെക്യുലർ ഒരു ഫീൽഡിലുള്ളവരാണ്. അപ്പച്ചൻ ഒരു ബാങ്കിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത ആളായിരുന്നു. അതുപോലെ അമ്മച്ചി ഗവൺമെന്റ് നേഴ്സാണ്, നഴ്സിംഗ് സൂപ്രണ്ട് ആയിട്ട് റിട്ടയർ ആയിട്ടുള്ളതാണ് അനുപേട്ടന്റെ മമ്മി. അപ്പൊ അങ്ങനെ പേരൻസിന്റെ അടുത്ത് ഞങ്ങൾക്ക് പറയാൻ ഒരു ഇച്ചിരി ഇതുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവരുടെ അടുത്ത് രണ്ടുപേരെയും ഇരുത്തിയിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെ ദർശനം തന്നു, ഞങ്ങള് ജോലി റിസൈൻ ചെയ്തു, ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പം അനുപേട്ടന്റെ അമ്മ പറഞ്ഞത്, ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, നിങ്ങളുടെ വായിൽ നിന്ന് എന്താണ് ഇങ്ങനെ കേൾക്കുന്നത്. അമ്മച്ചി അപ്പച്ചനും അവര് മിഷൻ ഫീൽഡുകൾ വിസിറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യ മിഷനിൽ ബീഹാറിൽ പോവായിരുന്നു. ആ സമയത്ത് ദൈവം അവരോട് സംസാരിച്ചു. അമ്മച്ചി പ്രത്യേകിച്ച് എന്റെ മദറിനോട് സംസാരിച്ചു. ഇങ്ങനെയാണ് അമ്മച്ചിയുടെ ചിന്തയായിരുന്നത്, ഞാൻ എന്റെ ലൈഫ് സർക്കാരിന് വേണ്ടി ചെലവഴിച്ചു, സർക്കാരിന് വേണ്ടി അധ്വാനിച്ച് എന്റെ ലൈഫ് ഞാൻ വേസ്റ്റ് ചെയ്തു, അങ്ങനെ തന്നെ പറയും. പക്ഷെ എനിക്ക് 2 ആമക്കൾ ഉണ്ടായിരുന്നു, അതിൽ ഒരാളെങ്കിലും എനിക്ക് കർത്താവിന് വേണ്ടി എനിക്ക് കൊടുക്കണം, ഫുൾ ടൈം മിനിസ്ട്രിക്ക് കൊടുക്കണം എന്ന് അമ്മച്ചി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു പേരന്റിനും പറയാൻ പറ്റില്ല, ഓക്കെ നിങ്ങൾ ജോലി റിസൈൻ ചെയ്തോ മിഷണറി ആയിക്കോന്ന് ഒരു പേരന്റിനും ഒരു കുട്ടിയുടെ അടുത്ത് മക്കളുടെ അടുത്ത് പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ തീരുമാനമാണ്. അപ്പൊ ഞങ്ങൾ അത് അവരെ അറിയിക്കുമ്പോൾ അവര് ഷീ വാസ് ക്രൈങ് വിത്ത് ഹാപ്പിനെസ്, ഷീ വാസ് വെരി ഹാപ്പി. ദൈവത്തിന് സന്തോഷം കൊണ്ട് അമ്മച്ചി കരഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞാൻ വളരെ സന്തോഷിക്കുന്നു. അവര് ഞങ്ങളെ ഇമോഷണലായിട്ടും സ്പിരിച്വലായിട്ടും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തു ഞങ്ങളുടെ തീരുമാനത്തെ.
എന്റെ പേരൻസ് പിന്നെ പാസ്റ്റർ ആയതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് ആദ്യം മുതലേ എല്ലാ കാര്യങ്ങളും അവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ 4 പേരൻസിന്റെയും ബ്ലെസ്സിങ്, അവരുടെ പ്രെയർ, മെന്റൽ സപ്പോർട്ട് എല്ലാം ഞങ്ങൾക്ക് കിട്ടി ദൈവത്തിന്റെ കൃപയാല്. അങ്ങനെ ഞങ്ങൾക്ക് നേപ്പാളിലേക്ക് കടന്നു വരാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവം അതിനുള്ള എല്ലാ വഴികളും ഒരുക്കി. അങ്ങനെ ഞങ്ങളുടെ മൂത്ത മോൾക്ക് 5 വയസ്സായിരുന്നു ആ സമയത്ത്, മോന് 2 വയസ്സായിരുന്നു ആ സമയത്ത്. ദൈവത്തോട് പ്രാർത്ഥിച്ച പോലെ തന്നെ അവർ ചെറുതായിരിക്കുമ്പോൾ അവർക്ക് ഒന്നും കാര്യമായിട്ട് ഒരു അറിവും ഇല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ അവരെ നേപ്പാളിലേക്ക് കൊണ്ടുവരാൻ ദൈവം സഹായിച്ചു. ഇവിടെ വന്നപ്പം ഞങ്ങള് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ നല്ല കൂടുതലാണ്. നമ്മള് വാടക വീടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ എല്ലാം ഷെയർ ബാത്റൂം, സെപ്പറേറ്റ് ആയിട്ട് ബാത്റൂമേ കിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഓരോ മുറിയില് ഓരോ ബാത്റൂം അങ്ങനെയൊക്കെയാണ് നമ്മൾ ശീലിച്ചേക്കണം. പക്ഷെ ഞങ്ങള് വാടക നല്ല കൂടുതലായിരുന്നു. അങ്ങനെ ഒരു വീട്ടില് എന്തായാലും ദൈവം തന്നു. അങ്ങനെ അവിടെ താമസിക്കാനിടയായി. ഭാഷയുടെ ഭയങ്കര പ്രശ്നം, നേപ്പാളി ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ നേപ്പാളി കേട്ടിട്ടില്ല. ഹിന്ദി എനിക്ക് ഒട്ടും അറിയില്ല. എനിക്ക് ഇംഗ്ലീഷ് മലയാളമാണ് അറിയുള്ളൂ. പക്ഷെ അനുപേട്ടന് ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഹിന്ദി അറിയായിരുന്നു. ഹിന്ദി നേപ്പാളി ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി ലാംഗ്വേജ് നല്ലതായിട്ട് സാമ്യമുണ്ട്. പക്ഷെ നല്ല ഡിഫറൻസ് ഉണ്ട്, എന്നാലും സാമ്യമുണ്ട്. ഹിന്ദി അറിയാമെങ്കിൽ ഇച്ചിരി വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ ഹിന്ദി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ നേപ്പാളി അറിയില്ലായിരുന്നു ഒട്ടും. അങ്ങനെ ഞങ്ങൾക്ക് അതിൻ്റെതായ പ്രശ്നം വന്നു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടപ്പോൾ മൂത്ത മോൾക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ആദ്യത്തെ 3-4 ദിവസം അവള് ഫുൾ ടൈം സ്കൂളിൽ ഇരുന്ന് കരഞ്ഞു. ടീച്ചേഴ്സ് എന്തൊക്കെയോ പറയണോ, ബുക്കിൽ എന്തൊക്കെയോ എഴുതിയേക്കണോ ഒന്നും മനസ്സിലാവണില്ല. അവള് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല ക്ലാസ്സിലിരുന്ന് കരയാന്ന്. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളത് അറിഞ്ഞ്. അപ്പൊ നേപ്പാളി എക്സാമിന് അവൾക്ക് 0 ആയിരുന്നു മാർക്കില്ല. കാരണം ഞങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അറിയില്ല. അവൾക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ പക്ഷെ ഞങ്ങള് എപ്പോഴും ദൈവമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിലായതുകൊണ്ട് കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള ബുദ്ധി ദൈവം ഞങ്ങൾക്ക് തന്നു. ഒരു ലോക്ക്ഡൌൺ തുടങ്ങി ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ, ആ ലോക്ക്ഡൌണിന്റെ സമയത്ത് തന്നെ നേപ്പാളി ലാംഗ്വേജ് ഒരു 9 മാസം കൊണ്ട് നേപ്പാളി ലാംഗ്വേജ് അത്യാവശ്യം പറയാൻ, ചെറുതായിട്ട് പറഞ്ഞു തുടങ്ങാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവം ആ ഭാഷയിൽ മാസ്റ്റർ ചെയ്യാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ മൂത്ത മോളുടെ കാര്യം പറയുകയാണെങ്കിൽ അവള് ആദ്യത്തെ 2-3 കൊല്ലങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. നേപ്പാളി അറിയാണ്ട് ഒത്തിരി ബുദ്ധിമുട്ടി. പക്ഷെ പിന്നീട് ദൈവം ബുദ്ധി, എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി, നാട്ടിലുള്ള എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നമ്മളെ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്തു. അപ്പം അങ്ങനെ കുഞ്ഞിന് നേപ്പാളി നല്ലതായിട്ട് മാർക്ക് കൂടി 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 ഒരു 3rd ഇയർ, അവള് 3rd-ല് 4th-ലൊക്കെ പഠിക്കാറായപ്പോഴത്തേക്ക് 50 ഔട്ട് ഓഫ് 50 ഫുൾ കിട്ടാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ പിന്നെ 4th-ൽ പഠിക്കുമ്പോൾ അവളുടെ സ്കൂളിൽ തന്നെ എല്ലാ സെഷനിലും ടോപ്പർ ആവാൻ ദൈവം സഹായിച്ചു. ഇവിടെ നേപ്പാളിൽ ഒരു ഇതുണ്ട്, ടോപ്പർ ആയി കഴിഞ്ഞാൽ ഫീസ് പേ ചെയ്യണ്ട. അങ്ങനെ ദൈവം സ്കോളർഷിപ്പോട് കൂടിയാണ് അവളിപ്പം 3 കൊല്ലം 4th, 5th, 6th സ്കോളർഷിപ്പിലാണ് പഠിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ദൈവം എന്താ പറയാ, ദൈവത്തിന്റെ പ്രൊവിഷനാണ്. നമ്മള് ദൈവത്തിന്റെ അനുസരിക്കാൻ റെഡി ആയപ്പോൾ കർത്താവ് നമ്മളെ, ഒബീഡിയൻസ് ആണ് കർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം. അപ്പൊ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, ദൈവം നമ്മളെ സഹായിച്ചു. ഓരോ പ്രതിസന്ധിയിൽ വരുമ്പോഴും കർത്താവ് നമ്മളോട് സംസാരിക്കും. അതുപോലെ ഒരു ഞാൻ മിഷണറി ആവുമ്പോ ഞാൻ കർത്താവിനോട് പറയണം, മിഷണറി ആവുമ്പോ എന്നെ ഒരു ജോർജ് മുള്ളറെ പോലെ ആക്കണം എന്ന് പറയായിരുന്നു. ഒരു ഫെയ്ത്തിന്റെ ലൈഫ് തരണം എന്ന് കർത്താവിന്റെ അടുത്ത് എന്നും പറയായിരുന്നു. അതുപോലെ തന്നെ ദൈവം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും കർത്താവിൽ ആശ്രയിക്കാനും, കർത്താവ് അത് എല്ലാം കർത്താവിനോട് മാത്രം ഷെയർ ചെയ്യാൻ കർത്താവ് സഹായിച്ചു ഇതുവരെ. അതുപോലെ തന്നെ ആ കാര്യങ്ങളിലൊക്കെ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. ഓരോ നേപ്പാളിൽ ഇവിടെ വന്നതിന് ശേഷമാണെങ്കിൽ ഞങ്ങൾക്ക് യാത്ര ഇവിടെ കൂടുതൽ മൗണ്ടൻസ് ആണ്. ഒരു 85% നേപ്പാളില് കുന്നും മലകളൊക്കെയാണ്. ഇവിടെ അർപ്പൺ മിഷൻ എന്ന് പറഞ്ഞ മിഷന് അവിടെ കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഡയറക്ടറായിട്ട് വരും പാസ്റ്റർ ടോണി തോമസ്, ഞങ്ങൾ ദർശനത്തിൽ കണ്ട ആ പാസ്റ്റർ. അപ്പൊ അദ്ദേഹത്തോട് കൂടെ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ സപ്പോർട്ട് ചെയ്ത് അസിസ്റ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുന്നു. അപ്പൊ ഈ മിഷന്റെ കീഴിൽ ഒരു 17 ചർച്ചസ് ഉണ്ട്. അതിലൊരു ചർച്ച് മാത്രം താഴ്വാരത്തും ബാക്കി എല്ലാ ചർച്ചും മലകളിലുമാണ്. അപ്പൊ ഈ മലകളില് ചില ചർച്ചൊക്കെ ഒത്തിരി ദൂരെയാണ്. നമുക്കൊരു 8 മണിക്കൂറൊക്കെ നടന്നാലാണ് ആ ചർച്ചിലൊക്കെ എത്താൻ പറ്റുള്ളൂ.
പിന്നെ അടുത്ത മലകളിലും ചർച്ചുകളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡിനോട് ഞങ്ങളിങ്ങനെ പല മലകളിൽ കയറി യാത്ര ചെയ്ത് അവരെ വചനമൊക്കെ പറയുമായിരുന്നു. അപ്പൊ വചനം പറയുമ്പോ അവർക്ക് ഭയങ്കര കൊതിയാണ് കേൾക്കാൻ വചനം പറയുമ്പോൾ. കാരണം അവർക്ക് അവിടെ ഒരു മലയില് സുവിശേഷം എത്തിക്കഴിഞ്ഞാൽ അവിടെ ആദ്യം യേശുവിനെ സ്വീകരിക്കുന്ന ആളാണ് അവിടുത്തെ പാസ്റ്റർ. അപ്പൊ അദ്ദേഹത്തിന് ഒരു ബൈബിളിന്റെ ജ്ഞാനം തീരെ കുറവാണ്. യേശുവിനെ പറ്റി മാത്രമേ അവർക്ക് അറിയുള്ളൂ. ബൈബിളിലെ പല ക്യാരക്ടേഴ്സിനെ പറ്റി അവർ കേട്ടിട്ട് പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഞങ്ങള് ഇവിടെ വന്ന സമയത്ത് ഒരു മുക്തി ഡാഡ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ആ ചർച്ചിൽ ശരിക്കും പാസ്റ്റർ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പാസ്റ്റർ ആവാൻ പറ്റിയ ഒരാൾ ആ മലയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ അനുപെണ്ണ് അവിടെ ചെന്ന സമയത്ത് ദൈവാത്മാവ് അനുപെണ്ണ് ഒരു വചനം കൊടുത്തു. ഇടയനില്ലാത്ത ആടുകളെ പോലെ അവരായിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ മലയിൽ ആ ചർച്ചിൽ പോകാനായിട്ട് തീരുമാനിച്ചു. അവിടെ വെള്ളിയാഴ്ചയാണ് സഭായോഗം. ബാക്കി ഇവിടെ നേപ്പാളിൽ മൊത്തം ശനിയാഴ്ചയാണ് ഹോളിഡേ, ശനിയാഴ്ചയാണ് സഭായോഗം, സൺഡേ വർക്കിംഗ് ഡേ ആണ്. അപ്പൊ നമ്മള് ഫ്രൈഡേ ആ ചർച്ചിൽ സ്പെഷ്യൽ ആയിട്ട് പ്രെയർ ഫ്രൈഡേ ആണ്. അപ്പൊ ഫ്രൈഡേ ആ ചർച്ചിലും സാറ്റർഡേ ബാക്കി ചർച്ചുകളിലൊക്കെ മാറി മാറി പോകാൻ കർത്താവ് സഹായിക്കുന്നു. അങ്ങനെ ഫ്രൈഡേ ആ ചർച്ചിൽ ഞങ്ങൾ പോയ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അവിടെ വെച്ചിട്ട് ഒരു 4 വയസ്സായിട്ടുള്ള ഒരു മോള്, ഞങ്ങളുടെ ഇളയ മകന്റെ പ്രായം, അവൻ 4 വയസ്സായി. ആ മലയിലെ ആ കുട്ടിക്ക് 4 വയസ്സായിരുന്നു. ആ മോൾക്ക് ഒരു പനി വന്നതാണ്. പനി വന്നിട്ട് അവളെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഒരു 3 മണിക്കൂർ നടന്നിട്ട് പിന്നെ കുറേ നേരം ബൈക്കിൽ യാത്ര ചെയ്തിട്ട് വേണം ഒരു ഹോസ്പിറ്റലുള്ള സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി. അപ്പൊ അവരിങ്ങനെ നടന്നു വന്ന സമയത്ത് ആ കൊച്ചിനെ ബാക്കില് ഇവിടെ അങ്ങനെയാണ് എല്ലാരും ക്യാരി ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ബാക്കിൽ ഇങ്ങനെ ഒരു തുണിയിൽ കെട്ടിയിട്ട് അങ്ങനെയാണ് ചുമക്കണം. അപ്പം ആ സമയത്ത് അവര് മല ഇറങ്ങി വരുമ്പോ, ഒരു മല കയറി മല ഇറങ്ങുമ്പം അവർക്ക് മനസ്സിലായ കൊച്ചിന്റെ ബോഡി ഇങ്ങനെ നല്ലതായിട്ട് തണുത്തു. അവരെന്നിട്ട് അത് അഴിച്ചു നോക്കിയപ്പോ ആ കുഞ്ഞ് മരിച്ചു, ഓൺ ദ വേയില് മരിച്ചു. അപ്പൊ അങ്ങനെ മെഡിക്കൽ ഫെസിലിറ്റീസ് തീരെ കുറവാണ്. ഒരു പനി വന്നതാണ്, പക്ഷെ ഒരു പാരസെറ്റമോള് പോലും സപ്ലൈ ചെയ്യാനോ ഇവിടുത്തെ ക്ലിനിക്കുകളൊന്നും ഇല്ല, മലകളിലൊന്നും ഇല്ല. ഇത്രയും ഒത്തിരി ദൂരെ യാത്ര ചെയ്താലാണ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എഡ്യൂക്കേഷന്റെ പ്രശ്നമുണ്ട്. മലകളിലൊന്നും സ്കൂളുകളില്ല. പിള്ളേര് ഞങ്ങൾ ദിരങ് എന്ന് പറഞ്ഞ ഒരു ചർച്ച് ഉണ്ട്. അവിടെ 8 മണിക്കൂർ നടന്നാലാണ് നമ്മൾ ആ ചർച്ചിൽ എത്തുള്ളൂ. പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് കച്ച ബാട്ടോ വഴി തുറന്നിട്ടുണ്ട്. അത് ഇങ്ങനെ ബൊളീറോയൊക്കെ പോകാൻ പറ്റുള്ളൂ. ബൈക്കും പോകാൻ പറ്റും കഷ്ടി മഴയില്ലാത്ത സമയത്ത്. മഴയുള്ള സമയത്ത് എപ്പോഴും ലാൻഡ് സ്ലൈഡിങ് വരും, മേളിന്ന് ഉരുൾപൊട്ടല് വന്നിട്ട് പിന്നെ നമ്മൾ ഇടയിൽ വെച്ച് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മഴയുള്ളപ്പോ നമുക്ക് ആ മലകളിലൊന്നും പോകാനേ പറ്റില്ല. അത് മാത്രമല്ല, ആ മലകളിലേക്ക് പോണ വഴിക്ക് ഒത്തിരി പുഴകളുണ്ട്. ആ പുഴകളൊക്കെ ഒത്തിരി വെള്ളം വന്നിട്ട് നമുക്ക് ബൈക്ക് അധികം ക്രോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേനൽക്കാലത്ത് ബൈക്ക് ആ വെള്ളത്തിൽ കൂടെ ഓടിച്ചിട്ട് നമുക്ക് ആ മലകളിൽ എത്താൻ പറ്റും. പക്ഷെ അതും വളരെ ദുർഘടം പിടിച്ച വഴികളാണ്. മൊത്തം വളവും തിരിവും ഇങ്ങനെ സൈഡിലൊക്കെ കൊക്ക പോലത്തെ സ്ഥലമാണ്. അപ്പം ഞാൻ പോകുമ്പോഴൊക്കെ പ്രാർത്ഥിച്ച് പിള്ളേരെ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോണത്. അങ്ങനെ ഞങ്ങൾ അവിടെ ദിരങ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി. പല മലകളിൽ ഞങ്ങൾ ഇങ്ങനെ പോകും. പിള്ളേരെ എപ്പോഴും വീട്ടിൽ ഇങ്ങനെ അടച്ചിട്ടിട്ട് പോകും. അപ്പൊ ആ സമയത്ത് ഇവരെ ആണെങ്കിൽ ഞങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ചു വരില്ല. അപ്പം ഇവർക്ക് എപ്പോഴും കുഞ്ഞിതാണ്, എന്നാലും അവർക്ക് ഭയങ്കര ടെൻഷനാണ്, എന്താണ് ഇവര് വരാത്തെ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു മലയിന്ന് ഒരു കുഞ്ഞിനെ ഞങ്ങളുടെ കൂടെ നിർത്തി അതിനെ പഠിപ്പിക്കാം. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഒരു കൂട്ടായിക്കോളും എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ദിരങ് എന്ന് പറഞ്ഞ ഒരു ചർച്ചിൽ നിന്ന്, ഒരു വലിയ മലയാണ്, അവിടെ പോയി പ്രാർത്ഥിച്ചു. ദൈവം ഒരു കുഞ്ഞിനെ കാണിച്ചു തന്നു. ഈ കുഞ്ഞിനെ എടുത്ത് നിങ്ങൾ പഠിപ്പിക്കണം. അപ്പൊ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു അതേ ഏജ് ഗ്രൂപ്പിൽ താഴെ വന്ന് പഠിക്കാൻ മനസ്സുള്ളവർ. പക്ഷെ ദൈവം ഈ ഒരു മോൾ, അനുജ എന്നാണ് പേര്, അവളെ കാണിച്ചിട്ട് ഈ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോകാം അങ്ങനെ പറഞ്ഞ് സംസാരിച്ചു ദൈവാത്മാവ്. അപ്പൊ അവളുടെ അടുത്ത് സംസാരിച്ചപ്പോ ആ മോളാണെങ്കിൽ 8 വരെ പഠിച്ചിട്ട് ഇനി പഠിക്കാൻ ഒരു മാർഗ്ഗമില്ല. വീട്ടുകാരൊക്കെ ഭയങ്കര എതിരെ, ഇനി നിന്നെ ഞങ്ങൾ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവള് രാത്രി മുഴുവൻ ഒരു എന്നാ പറയാ, ഇവിടെ ചോളം കൂട്ടി വെച്ചിരിക്കുന്ന റൂമിൽ രാത്രി മുഴുവൻ ഇരുന്ന്, റൂമല്ല ഇങ്ങനെ പെര
ഇങ്ങനെ ഓല മേഞ്ഞതിന്റെ അടിയിൽ അവൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവം ഈ ലോകത്ത് എന്നെ പഠിപ്പിക്കാനും എന്നെ സ്നേഹിക്കാനും പറ്റണ ആരെങ്കിലും ഈ ലോകത്തുണ്ടെങ്കിൽ എന്നെ വന്ന് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് അവള് കരഞ്ഞു പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ആ മലയിൽ ചെന്ന് ദൈവം ആ മോളെ കാണിച്ചെന്ന്. അങ്ങനെ അവളിപ്പൊ ഞങ്ങളുടെ കൂടെ 3 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. 3 വർഷം തികയാൻ പോണു. അപ്പൊ ആ മോള് വന്നേ പിന്നെ ഞങ്ങളുടെ പിള്ളേരെ ഒക്കെ നല്ല ഹെൽപ്പാണ്. അങ്ങനെ പഠനത്തിലും നല്ല മിടുക്കിയാണ്. കുഞ്ഞിന് ഇപ്രാവശ്യം SLC-യില് ഒരു 75% അടുത്ത് മാർക്ക് കിട്ടി. മലയിൽ നിന്നാണെങ്കിലും അവളും പഠിക്കാൻ അത്യാവശ്യം നല്ലതാണ്. അങ്ങനെ ദൈവം പക്ഷെ അവിടെ വിദ്യാഭ്യാസത്തിന്റെ നല്ല കുറവുണ്ട്. ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കണം മലകളില് സ്കൂളുകൾ വേണം, സ്കൂള് പഠിപ്പിക്കാൻ 10 വരെ, ഒരു 12 വരെ പഠിച്ച ആരുമില്ല. ഒരു ABCD പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് ആരുമില്ല മലകളിലൊന്നും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒക്കെ ഇവിടെ വന്നായിരുന്നു ദൈവം അവര് അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ച് നേപ്പാളിലേക്ക് കൊണ്ടുവന്നായിരുന്നെങ്കിൽ എന്ന് ഞങ്ങളുടെ ഒരു മെയിൻ പ്രാർത്ഥനയാണ്. അതൊക്കെ അങ്ങനെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല, അതുപോലെ കുറവാണ്. അതുപോലെ ഈ സ്കൂൾ ഫെസിലിറ്റി എഡ്യൂക്കേഷന്റെ കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ ലിറ്ററസി കുറവാണ്. തീരെ മലകളിലൊന്നും ആരും പഠിച്ചവരായിട്ട് വളരെ കുറവാണ്. സ്കൂളിൽ പോയവരൊക്കെ കുറവാണ്. അപ്പൊ അതിൻ്റെതായ പ്രശ്നം, വിശ്വാസികളാണെങ്കിലും ബൈബിള് വായിക്കാൻ അറിയില്ല. അതുകൊണ്ട് ദൈവം ഇവിടെ വന്ന സമയത്ത് എന്റെ മനസ്സിൽ പ്രോശിക്ഷ എന്ന് പറയും, നമ്മൾ മുതിർന്നവർക്ക് അഡൽട്ട് ലിറ്ററസി പ്രോഗ്രാംസ്. അപ്പൊ അവരെ ഇരുത്തി അക്ഷരങ്ങൾ പഠിപ്പിക്കുക. അക്ഷരം നമുക്ക് എളുപ്പമാണ്, കാരണം നേപ്പാളി ലാംഗ്വേജ് ആണെങ്കിൽ അക്ഷരം ഹിന്ദി ലിപിയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഹിന്ദി ലിപി ഉപയോഗിച്ച് നേപ്പാളിക്ക് സ്പെഷ്യൽ ലിപി ഇല്ല, ഹിന്ദി ലിപി തന്നെയാണ് നേപ്പാളിയിൽ. അപ്പം അങ്ങനെ ആ ലിപി നമുക്ക് വായിക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മള് ഭാഷ പഠിച്ചപ്പോഴും മലയാളം, നേപ്പാളി, ഇംഗ്ലീഷ് ബൈബിള് വെച്ചിട്ടാണ് ഹിന്ദി. അപ്പൊ ഈ നേപ്പാളി നമുക്ക് വായിക്കാൻ അറിയാം, പക്ഷെ അർത്ഥം അറിയില്ല എന്നുള്ള. അപ്പൊ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും, അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് പ്രശിക്ഷ ബൈബിള് വായിക്കാനായിട്ട് കുറച്ച് സഹോദരിമാരെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവര് അക്ഷരങ്ങൾ പഠിച്ച് പേരും എഴുതാനും വായിക്കാനും പഠിക്കുക. അവർക്ക് ബൈബിള് വായിക്കാനും പാട്ട് പാടാനും പാട്ടുപുസ്തകം നോക്കി പാട്ട് പാടാനും അവരെ കേപ്പബിൾ ആക്കും. കാരണം ഇവര് സഭായത്തിനൊക്കെ ചുമ്മാ ഇങ്ങനെ വരും, ബൈബിൾ ഇല്ല, പാട്ടുപുസ്തകം ഇല്ല, എഴുതാൻ അറിയില്ല, എന്തൊക്കെയോ കേൾക്കും പോവും. അപ്പൊ അവരുടെ സ്പിരിച്വൽ ലൈഫിൽ അതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ചൈൽഡ് മാരേജ് 13-14 വയസ്സാകുമ്പോഴത്തേക്കും കല്യാണം കഴിക്കണോ, അങ്ങനത്തെ സിസ്റ്റം ആണ് മലകളിലൊക്കെ കൂടുതല്. പിന്നെ ഇങ്ങനെ ഒരു ഭർത്താവിനെ ഉപേക്ഷിക്കണം, വേറെ ഭർത്താവ്, അങ്ങനത്തെ ഒക്കെ ഒത്തിരി കേസസ് ഉണ്ട്. അങ്ങനത്തെ ഉപേക്ഷിക്കപ്പെട്ട പിള്ളേരുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങള് പോകുന്ന ധാരാപാനി എന്ന് പറഞ്ഞൊരു ചർച്ച് ഉണ്ട്. ആ ചർച്ചില് ഞങ്ങൾ ചെന്ന സമയത്ത് 3 കുഞ്ഞി മക്കള് പെൺപിള്ളേരാണ്. അവരുടെ അമ്മ അവരെ ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ 4ാമത്തെ ഭർത്താവിന്റെ കൂടെയാണ്. അപ്പൊ ആ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ആരുമില്ല. ആ കുഞ്ഞുങ്ങളുടെ അപ്പന്റെ ജ്യേഷ്ഠനാണ് കരുണ തോന്നിയിട്ട് അവരെ നോക്കണം. അപ്പൊ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനത്തെ കുഞ്ഞുങ്ങളുണ്ട്. അവര് ഓർഫനാന്ന് പറയാൻ പറ്റില്ല, അപ്പനും അമ്മയും ഉപേക്ഷിക്കപ്പെട്ട അബാൻഡൻഡ് ആയിട്ടുള്ള പിള്ളേര്. അപ്പൊ അങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് മിനിസ്ട്രി, ഒത്തിരി നേപ്പാളിലേക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ആരും വരുന്നില്ല. അതുകൊണ്ട് അനേകരും കാനഡ, അമേരിക്ക, മഞ്ഞ് പെയ്യുന്ന രാജ്യങ്ങളിൽ, ഇവിടെയും മഞ്ഞ് പെയ്യും. ആക്ച്വലി ഇവിടെയും ചില സ്ഥലങ്ങളില് നേപ്പാളിന്റെ ചില പ്രദേശങ്ങളിൽ നല്ല തണുപ്പാ, ഒട്ടും ചൂടില്ല. അപ്പൊ അങ്ങനെ മഞ്ഞ് വീണ സ്ഥലങ്ങളുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, CT സ്റ്റഡ് എന്ന് പറഞ്ഞ ഒരു മിഷണറി ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ആഫ്രിക്കയിലും ചൈനയിലും ഇന്ത്യയിലും മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ, ഒരു ലൈഫേ ഉള്ളൂ, അത് പെട്ടെന്ന് അവസാനിക്കും. ഇറ്റ് വിൽ ബി സൂൺ ബി പാസ്റ്റ്. പക്ഷെ നമ്മൾ അത് പെട്ടെന്ന് അവസാനിക്കും. നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്തത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ്. അപ്പം അത് എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ, അത് പെട്ടെന്ന് അവസാനിക്കും. നമുക്ക് അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആ നിത്യതയുടെ ഒരു കാഴ്ചപ്പാട് ദൈവം നമുക്ക് തരണം. ഈ ലോകത്തില് നമ്മൾ എത്ര ധനം സമ്പാദിച്ചാലും അത് നമ്മളിവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതാണ്. നമുക്ക്
ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും കുറച്ചു നേരത്തേക്ക് മാത്രമാണ്, നിമിഷ സുഖം മാത്രമേ തരുള്ളൂ. അതിനുശേഷം ആ നിത്യതയിൽ നമുക്ക് എന്താണ് കൊണ്ടുപോകാൻ പറ്റുന്നത്? എന്റെ മനസ്സിലേക്ക് എപ്പോഴും വന്നിട്ടുണ്ടായിരുന്ന ഒരു ചിന്തയാണ്, യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്നു. ആ യേശു എനിക്ക് വേണ്ടി ചൊരിഞ്ഞിട്ടുള്ള ആ രക്തത്തിന്റെ മറുവിലയായിട്ട് എനിക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത്? എനിക്ക് പൈസ കൊടുക്കാം, പല കാര്യങ്ങളും കർത്താവിന്റെ വേലയെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാം. പക്ഷെ ഏറ്റവും മാക്സിമം, എന്റെ മാക്സിമം എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്റെ ടൈമാണ്. ലൈഫ് ഈസ് ഈക്വൽ ടു ടൈം. എന്റെ ടൈം എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫാണ്, എന്റെ ജീവിതം. എത്ര സമയം, അതുകൊണ്ടാണ് ഞാൻ ഒരു ഫുൾ ടൈം മിഷണറി ആവാനായിട്ട് ആഗ്രഹിച്ചത്. ഇവിടെ വന്നതിന് ശേഷം സുവിശേഷം പറയാനാണെങ്കിൽ മലകളിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും താഴ്വാരങ്ങളിൽ റെസ്ട്രിക്ഷൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാനൊരു കൗൺസിലർ ആണ്. കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, കർത്താവ് എനിക്കൊരു കൗൺസിലിംഗ് സംബന്ധിച്ച് കർത്താവിന് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കൗൺസിലിംഗ് സംബന്ധിച്ച് ഒരു ജോലി തരണം. ജോലി മീൻസ് ഒരു പാർട്ട് ടൈം പോലെ അങ്ങനെ തരണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ബ്രാഹ്മിൻസിന്റെ അടുത്തും സുവിശേഷം പറയാനായിട്ടുള്ള വാതിലുകൾ തുറക്കാൻ ഇടയായി തീരും. അങ്ങനെ ഞാൻ കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് ദൈവം എന്റെ മക്കളുടെ സ്കൂളിൽ തന്നെ ഒരു പ്രിൻസിപ്പൾ ഉണ്ട്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. പക്ഷെ ദൈവം, ഞാൻ ആ പ്രിൻസിപ്പള് ഒരു ദിവസം എന്നെ ഇങ്ങോട്ട് കോൾ ചെയ്തിട്ട് സിസ്റ്റർക്ക് സ്കൂളിൽ വന്നിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആ പ്രിൻസിപ്പളിനെ കാണാൻ ചെന്നു. അങ്ങനെ സംസാരിച്ചു. ഞാൻ പ്രിൻസിപ്പളിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പഠിപ്പിക്കാനായിട്ട് താല്പര്യമില്ല, പക്ഷെ ഞാനൊരു കൗൺസിലർ ആണ്. അപ്പൊ അദ്ദേഹം കൗൺസിലിങ്ങിനെ പറ്റി കേട്ടിട്ടേ ഇല്ല. അപ്പൊ കൗൺസിലിംഗ് എന്താണെന്ന് ഒക്കെ ഞാൻ പ്രിൻസിപ്പളിനെ കൺവിൻസ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഒരു കൗൺസിലറിന്റെ ഒരു പോസ്റ്റ് തന്നെ ആ സ്കൂളിൽ ദൈവം ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു ജോലി ദൈവം എനിക്കൊന്ന്, ജോലി എന്ന് പറയാൻ പറ്റില്ല, ഒരു ആഴ്ചയിൽ 2 ദിവസം ഞാൻ സ്കൂളിൽ പോകുന്നുള്ളൂ. കാരണം എന്റെ ഉള്ളിന്റെ ഉള്ളിലെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ സ്കൂളിൽ വരുന്ന പേരൻസിനോട്, അവരൊക്കെ ഹൈ ക്ലാസ് ബ്രാഹ്മിൻസ് ആണ്, പല പല ജാതികളുണ്ട് ഇവിടെ. നേപ്പാളില് പല ജാതി പല ഭാഷ സംസാരിക്കുന്നവരുണ്ട്. അപ്പം അവരെ ഈ തറായില്, ഈ താഴ്വാരത്തിലുള്ളവരോട് സുവിശേഷം പറയാനായിട്ടുള്ള ഓപ്പണിംഗ് എനിക്ക് ആ സ്കൂളിലൂടെ കിട്ടും എന്നുള്ള ഇതിലാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. പക്ഷെ ആ സാറ് ഒരു നിരീശ്വരവാദിയാണെങ്കിലും അദ്ദേഹം ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം അതിനെ സമ്മതിക്കുകയും അങ്ങനെ ആഴ്ചയിൽ 2 ദിവസം എനിക്ക് കൗൺസിലിങ്ങിനായിട്ട് ആ സ്കൂളിൽ കടന്നു പോകാൻ കർത്താവ് സഹായിക്കണം. അപ്പൊ അവിടെയാണെങ്കിൽ സുവിശേഷം പറയാനായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളെ, കൗൺസിലിങ്ങിന് വരുന്ന കുട്ടികളോട് സുവിശേഷം പറയാനും ടീച്ചേഴ്സിനോട് സുവിശേഷം പറയാനും ദൈവം അവസരം തരുന്നുണ്ട്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചത് മാക്സിമം എന്റെ സമയം, എന്റെ ലൈഫ് കർത്താവിന് വേണ്ടി തിരിച്ച് എനിക്ക് എന്താണ് കർത്താവിന് കൊടുക്കാൻ പറ്റുന്നത്, എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്ന കർത്താവിന് വേണ്ടി തിരിച്ച് എനിക്ക് എന്ത് പകരം കൊടുക്കാൻ പറ്റും. നമ്മളൊരു പാട്ട് പാടുന്നു, പകരം എന്ത് നൽകും ഞാൻ ഇനി, ഹൃദയം പൂർണ്ണമായി നൽകുന്ന നാഥനെ എന്ന് പറഞ്ഞാല് കർത്താവ്, അതിനായിട്ടുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സിറ്റി സ്റ്റഡിനെ പോലെ ഒരു കാഴ്ചപ്പാട്, ഒരു വിഷൻ, നിത്യതയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തുടർന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കിവിടെ ഒത്തിരി ചലഞ്ചസ് ഫേസ് ചെയ്യാനായിട്ട് ഉണ്ട്. കാലാവസ്ഥയുടെ ചലഞ്ച് ഉണ്ട്. എക്സ്ട്രീം ക്ലൈമറ്റ് വരാറുണ്ട്. ചൂടും തണുപ്പും നല്ല ജനുവരിയിലൊക്കെ നല്ല തണുപ്പാണ്, നമുക്ക് സഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നല്ല കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി അസുഖങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ചലഞ്ചസ് ആണ്. അപ്പം ഞങ്ങളിവിടെ നേപ്പാളില് ദൈവം ഞങ്ങളെ 6 വർഷമായിട്ട് ദൈവം നമ്മളെ നടത്തുന്നു. അപ്പൊ ഇവിടെ വന്ന സമയത്ത് നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിന് നമുക്ക് ആദ്യം പറഞ്ഞ ടോണി പാസ്റ്റർ ഉണ്ടായിരുന്നു. അല്ലാതെ ഇവിടെ വന്ന സമയത്ത് ഏത് ടൈപ്പ് ഓഫ് മിനിസ്ട്രി ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. ഒരു ബൈബിൾ പഠനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ള സൺഡേ സ്കൂൾ, നമ്മുടെ കേരളത്തില് നമുക്ക് സൺഡേ സ്കൂളിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ബൈബിൾ പഠിക്കണം. അതിന്റെ ആ ഒരു അറിവ് തന്നെ ഇവിടുത്തെ മലകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ വചനം ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ പറയണത് തന്നെ അവർക്കൊരു വലിയൊരു ആത്മീയ ആഹാരം അവർക്ക് ലഭിച്ചതുപോലെയാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ അടുത്ത് വചനം ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യണം. കാരണം അവർക്ക് വചനത്തിന്റെ ബേസിക് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ സ്പിരിച്വൽ ആയിട്ട് ഇവിടെ ഞങ്ങളുടെ താഴ്വാരത്തിലുള്ള ചർച്ചിലുള്ളവര് ഞങ്ങളെ പ്രാർത്ഥനയിലും പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തു. നേപ്പാളികളായിട്ടുള്ള ആൾക്കാരാണ്. മലയാളികള് ഞങ്ങളും ഈ ടോണി പാസ്റ്റർ മാത്രമാണ് ഈ പ്രദേശത്തുള്ളൂ. ഞങ്ങൾ നേപ്പാളിന്റെ ഓൾമോസ്റ്റ് ഒരു നടുഭാഗത്തായിട്ടാണ് താമസിക്കുന്നത്. പർസ ചിത്വാൻ ഡിസ്ട്രിക്റ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. കാഠ്മണ്ഡു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ നേപ്പാളിന്റെ തലസ്ഥാനമാണ് കാഠ്മണ്ഡു. അവിടുന്ന്
ഒരു 6 മണിക്കൂർ ബസ് യാത്രയുണ്ട് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ചിത്വാൻ ഡിസ്ട്രിക്റ്റിലേക്ക്, ഈ പർസ എന്ന സ്ഥലത്തേക്ക്. പിന്നെ ഇവിടുന്ന് കുറച്ച് മാറി ഒരു 15-20 മിനിറ്റ് യാത്ര ചെയ്താൽ ഒരു മലയാളി ഫാമിലി ഉണ്ട്. ഒരു പാസ്റ്ററും കുടുംബം ഉണ്ട് അവിടെ. അദ്ദേഹത്തിന്റെ പേര് ഷാജൻ എന്നാണ്. ആ പാസ്റ്ററും അദ്ദേഹത്തിന്റെ വൈഫും പിന്നെ വേറെ 2 ആന്റിമാരും, മലയാളിയായിട്ടുള്ള ആന്റിമാരും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവര് 2 ആന്റിമാര് കല്യാണം കഴിക്കാതെ, വിവാഹം കഴിക്കാതെ നേപ്പാളിൽ പ്രവർത്തിക്കുന്നു. അവര് 30 വർഷമായിട്ട് നേപ്പാളിൽ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ പക്ഷെ അവര് വേറെ ടൈപ്പ് ഓഫ് മിഷനറി വർക്ക്സ് ആണ് ചെയ്യുന്നത്. ടോട്ടൽ ഈ നേപ്പാളില് മലയാളികളായിട്ട് ഒരു 15-20 ഫാമിലികളാണ് മിഷണറിമാരായിട്ട് ഉള്ളൂ. 15-20ന്റെ ഇടയ്ക്ക് അത്രേ ഉള്ളൂ. ബാക്കി പലരും, കാരണം ഇവിടെ നേപ്പാളില് പൈസയുടെ മൂല്യം കുറവാണ്. നാട്ടിലത്തെ 100 രൂപ ഇവിടുത്തെ 160 രൂപയാണ്. അപ്പൊ ഇവിടെ ജോലിക്ക് വന്നാലും, ജോലി സംബന്ധമായിട്ട് നേപ്പാളിൽ വന്നാൽ ഇവിടുന്ന് നമ്മൾ എത്ര പൈസ നമുക്ക് കിട്ടിയാലും നാട്ടിൽ ചെല്ലുമ്പോൾ അത് പകുതി അത് കുറയും. അതുകൊണ്ട് ഇവിടെ ജോലിക്കായിട്ടും അങ്ങനെ നേപ്പാളിലേക്ക് ആരും വരുന്നില്ല. പക്ഷെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് മലയാളികൾ. അതും വളരെ റെയർ ആണ്, വളരെ കുറച്ചു പേരാണ് വരുന്നുള്ളൂ. അങ്ങനെ ഇവിടുത്തെ അങ്ങനെയാണ് സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഈ നേപ്പാളില് ഒരു പ്രൊഡക്ഷൻ ഇല്ല. ഇതൊരു അണ്ടർ ഡെവലപ്ഡ് കൺട്രി ആയതുകൊണ്ട് ഇവിടെ ഒന്നിന്റെയും ഉൽപാദനം നടക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇന്ത്യയിൽ നിന്ന് വരണം. ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് ഇവിടെ ആൾക്കാർ മേടിക്കുന്നത്. കാരണം ഇവിടുത്തെ ജനസംഖ്യ കേരളത്തിന്റെ അത്രയും ജനസംഖ്യ ഇവിടെ ഉള്ളൂ. കേരളത്തിന്റെ അത്രയും ജനസംഖ്യ ഉള്ളൂ. പക്ഷെ ജോഗ്രഫിക്കൽ ഏരിയ ഒത്തിരി കൂടുതലാണ്, പോപ്പുലേഷൻ കുറവാണ്. പക്ഷെ അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലെങ്കിൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം കുറവാണ്. മലകളും കുന്നുകളും ആണ് കൂടുതല്, താഴ്വാരങ്ങൾ കുറവാണ്. അതുകൊണ്ട് അവര് ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിയും എല്ലാ സാധനങ്ങളും ഇന്ത്യയിൽ നിന്ന് തന്നെ വരണം ഇവിടെ. അപ്പം ബീഹാറിലൊക്കെ ആണെങ്കിൽ പച്ചക്കറിയൊക്കെ 20 രൂപ 40 രൂപയ്ക്കൊക്കെ കിട്ടും. നോർത്ത് ഇന്ത്യയിൽ, ഞങ്ങൾ ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ 100 രൂപയ്ക്ക് ഒരു പച്ചക്കറിയും കിട്ടില്ല. കാരണം എല്ലാം ഇന്ത്യയിൽ നിന്ന് വരുന്ന പച്ചക്കറികളാണ്. അതുകൊണ്ട് ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ദൈവം നമ്മളെ നടത്തുന്നു. ഒരു വിശ്വാസ ജീവിതമാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ മിഷൻ ഞങ്ങൾക്ക് ചെറിയൊരു സപ്പോർട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും കർത്താവിനോട് ആശ്രയിക്കും, കർത്താവ് തരും. അങ്ങനെയാണ്. ഞങ്ങള് ഒരു വീട് വാടകയ്ക്ക് താമസിച്ച സമയത്ത് അവിടെ മുറികൾ കുറവായിരുന്നു. ഇവിടെ ബാത്റൂം ഇങ്ങനെ ഷെയർ ബാത്റൂംസ് കിട്ടുള്ളൂ. അപ്പൊ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീട് നോക്കിയപ്പോഴും നമുക്ക് സൗകര്യങ്ങൾ കുറവായിരുന്നു, റൂമുകൾ കുറവായിരുന്നു. അപ്പൊ ഞങ്ങള് നല്ല ഗസ്റ്റ് ഒക്കെ വരുമ്പോ താമസിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങളുടെ പേരൻസ് വന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കുമ്പോൾ അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ വിശാലതയുള്ള ഒരു വീട്, ഞങ്ങള് മലയിൽ നിന്നുള്ള കുട്ടികൾ ഇപ്പൊ 2 പേര് ഞങ്ങളുടെ കൂടെ താമസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിൽ എപ്പോഴും 7 പേരും 8 പേരും ഒക്കെ അപ്പൊ നമുക്ക് കുറച്ച് സൗകര്യമുള്ള വീട് വേണം. കർത്താവിന്റെ അടുത്ത് എല്ലാ കാര്യവും കർത്താവിന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് വീട് മാറേണ്ട ഒരു സാഹചര്യം വന്നു, പെട്ടെന്ന് മാറണം. അപ്പൊ ആ സമയത്ത് നമ്മൾ വാടക ഒത്തിരി കൂടുതലായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് അത്യാവശ്യം സൗകര്യമുള്ളത്, ബാത്റൂം ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീട് കിട്ടിയത്. അപ്പം ആ വാടക നല്ല കൂടുതലാണ്. കർത്താവിന്റെ അടുത്ത് അത് സംസാരിച്ചു. കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, കർത്താവെ ഞങ്ങൾ എത്ര രൂപയാണോ വാടക കൊടുത്തോണ്ടിരുന്നത് അതിനേക്കാളും ഒത്തിരി കൂടുതലാണ് ഇപ്പോൾ കണ്ട ആ വീടിന്റെ വാടക. ദൈവം നാട്ടിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ദൈവത്തിന് ഇഷ്ടം പോലെ മക്കളുണ്ടല്ലോ ഈ ലോകത്ത്, അവരിൽ ഒരാളുടെ അടുത്ത് ദൈവം പറയണം, ഇന്ത്യൻ മണി 3500 രൂപ ഞങ്ങൾക്ക് 3500 രൂപ ഞങ്ങൾക്ക് എക്സ്ട്രാ വരും ഇവിടുത്തെ വാടക ഇനി കൊടുക്കാൻ. അപ്പം അങ്ങനെ ദൈവം ഒരാളോട് സംസാരിക്കണം, എല്ലാ മാസവും ഇത്ര രൂപ അയക്കാൻ ദൈവം ഒരാളുടെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു മെസ്സേജ് മൊബൈലിൽ വന്നു, ഒരു മാസം മുമ്പ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ദൈവം എൻ്റെ അടുത്ത് എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു ചെറിയ എമൗണ്ട് അയച്ചു തരാൻ ദൈവാത്മാവ് എന്റെ മനസ്സിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു മാസമായിട്ട് ആ സഹോദരി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവാത്മാവ് പറയാണ്, ഇവരുടെ നമ്പർ കളക്ട് ചെയ്ത് ഇവർക്ക് ഈ പൈസ അയച്ചു കൊടുക്കണം, എല്ലാ മാസവും അയച്ചു കൊടുക്കണം എന്ന് ദൈവാത്മാവ് പറഞ്ഞു. പക്ഷെ എനിക്ക് മെസ്സേജ് കിട്ടിയത് ഞാൻ പ്രാർത്ഥിച്ചതിന്റെ പിറ്റേ ദിവസമാണ്. അപ്പം ദൈവം അങ്ങനെ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറി.
അപ്പൊ കൂടുതൽ വാടക കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷെ അപ്പോഴത്തേക്കും ദൈവം അതിനുള്ള പ്രൊവിഷനും ദൈവം ഒരുക്കി തന്നു. ദൈവം തന്നെ ഓരോരുത്തരുടെ ഹൃദയത്തില് സമയാസമയങ്ങളിൽ പറഞ്ഞ് ഏലിയാവിന് കാക്കി കൊണ്ട് പോഷിപ്പിച്ചതുപോലെ ദൈവം ഞങ്ങളെ നടത്തുന്നു. അതുപോലെ ഒരു ഞങ്ങള് തുടക്ക സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഒരു നാട്ടിൽ ഇടയ്ക്ക് നാട്ടിൽ പോയപ്പോ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിലെ ഉടമസ്ഥൻ ഒരാളോട് വീഡിയോ കോളിൽ സംസാരിക്കുമായിരുന്നു. ആ വീഡിയോ കോളിലുള്ള ആള് ചോദിച്ചു, ആരാ ഇപ്പൊ വീട്ടിൽ വന്നേ? അപ്പൊ നേപ്പാളിൽ നിന്ന് ഒരു മിഷണറി ആയിട്ട് ഒരാളാണ് വീട്ടിൽ വന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ആ വീഡിയോ കോളിൽ സംസാരിച്ച ആ വ്യക്തിയോട് ദൈവാത്മാവ് പറഞ്ഞു, ഇപ്പം ആഹ് ഇപ്പം നേപ്പാളിൽ നിന്ന് വന്നിരിക്കുന്ന ഈ മിഷണറിമാർക്ക് നീ എല്ലാ മാസവും ഇത്ര രൂപ അയച്ചു കൊടുക്കണമെന്ന് ദൈവാത്മാവ് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അറിയില്ലാത്ത അയാളുടെ അടുത്ത് ദൈവം സംസാരിച്ചു. അങ്ങനെ അദ്ദേഹം ഞങ്ങൾക്ക് 4 വർഷമായിട്ട് കണ്ടിന്യൂസ് 4-5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾക്ക് അയച്ചു തരാണ് പൈസ. ഞങ്ങൾ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ പറ്റി ഞങ്ങൾ ശരിക്കും അറിയുമില്ല. ഞങ്ങളുടെ ഒരു പാസ്റ്ററിന്റെ ഒരു ബ്രദറാണ്. അത്ര മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അദ്ദേഹത്തോട് ദൈവം സംസാരിച്ചുകൊണ്ട് അദ്ദേഹം അത് ചെയ്തോണ്ട് അതുപോലെ ഓരോ കാര്യങ്ങളിൽ ദൈവം ഞങ്ങളെ നടത്തണു. ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ദൈവം നാട്ടിലായിരുന്നപ്പോ കേരളത്തിലായിരുന്നപ്പം അനുവേണ്ട ഒരു കമ്പനിയിൽ ജോലി ചെയ്ത ആ കമ്പനി TDLCC എന്നാണ് ആ കമ്പനിയുടെ പേര്. ആ കമ്പനി കറക്റ്റ് ആയിട്ട് എല്ലാ മാസവും ശമ്പളം തന്നിരുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് നടന്നു ഇരുന്നു. ഇപ്പൊ ഞങ്ങൾ ജോയിൻ ചെയ്തേക്കുന്ന കമ്പനി അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ജോയിൻ ചെയ്തേക്കുന്ന ഈ സുവിശേഷം ഈ പ്രവർത്തനങ്ങൾക്ക് കർത്താവിന്റെ കമ്പനിയിലേക്ക് ഇതിന്റെ മാനേജർ ആരാണ്? ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും കർത്താവിനുള്ളത്. അപ്പൊ ഇത്രയും റിച്ച് ആയിട്ട് ഇമ്മൻസ്ലി റിച്ച് ആയിട്ടുള്ള കർത്താവാണ് ഞങ്ങളുടെ മാനേജർ. ഒരു ആവശ്യങ്ങൾക്കും കുറവ് വരില്ല എന്ന് ദൈവം ശക്തമായിട്ട് ഓരോ ദിവസവും സംസാരിക്കണുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങളെ പറ്റി ഞങ്ങൾ വറീഡ് ആവാറേയില്ല. കാരണം ദൈവം അതിനു മുമ്പേ പ്രൊവിഷൻസ് ഒരുക്കിക്കൊണ്ടിരിക്കും. ഇതുവരെ ദൈവം ശക്തമായിട്ട് ദൈവം നടത്തി. ഒരു ആവശ്യങ്ങൾക്കും കുറവ് വന്നിട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്ന ഇടയ്ക്ക് സൈക്കിളിലാണ് യാത്ര ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളോട് ഒത്തിരി പേര് ചോദിച്ചു, നിങ്ങൾ നാട്ടില് കാറും ബൈക്കും കാറിലാണ് ഫുൾ ടൈം യാത്ര ചെയ്തോണ്ടിരുന്നത്, അപ്പൊ ഇവിടെ വന്ന് സൈക്കിളിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റി? ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കഷ്ടപ്പാട് ഓർക്കും. നിങ്ങൾ അവിടെ ഒത്തിരി കഷ്ടപ്പെടുക എന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊരു കഷ്ടപ്പാടേ അല്ല. കാരണം യേശു നമുക്ക് വേണ്ടി ചെയ്ത കാര്യം ഓർക്കുമ്പം ഇതൊന്നും ഒരു കഷ്ടപ്പാടേ ഇല്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ സൈക്കിളിൽ യാത്ര ചെയ്തോണ്ടിരുന്നു. പക്ഷെ നമ്മൾ മലകളിലൊക്കെ പോവാൻ നമുക്ക് ബൈക്ക് തന്നെ വേണം. അപ്പൊ ഞാൻ കർത്താവിന്റെ അടുത്ത് അനുവേടനാണെങ്കിൽ ഒത്തിരി ഹൈ പൊസിഷനിൽ ഇരുന്നാണ്. അനുവേടന്റെ കീഴിൽ ഒത്തിരി വർക്കേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ വർക്ക് ചെയ്തോണ്ടിരുന്ന ആളാണ്. എന്നാലും ഒരു ദിവസം അനുവേടൻ ഇങ്ങനെ സൈക്കിൾ ഓടിച്ചു പോണ ഞാനിങ്ങനെ നോക്കി നിന്നപ്പോ എനിക്ക് ഭയങ്കര വിഷമം വന്നിട്ട് ഞാൻ കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, കർത്താവേ ബൈക്ക് വേണം. അപ്പൊ കർത്താവ് പറഞ്ഞു, മോനെ ഇപ്പോഴല്ല, പിന്നെ കർത്താവ് സമയമാകുമ്പോ തരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ സറണ്ടർ ചെയ്തു. ശരി കർത്താവിന് എപ്പോഴാണ് ഇഷ്ടം അപ്പൊ തന്നാ മതി അങ്ങനെ പറഞ്ഞു. പക്ഷെ വിത്തിൻ 1 month കർത്താവ് അതിനുള്ള പൈസ അയച്ചു തരാൻ ദൈവം ഒരാളുടെ അടുത്ത് സംസാരിച്ച് നമ്മൾ 1 month ഒരു ബൈക്ക് മേടിക്കാൻ കർത്താവ് സഹായിച്ചു. ഏറ്റവും പുതിയൊരു വണ്ടി. അങ്ങനെ ദൈവം അതിനെ സഹായിച്ചു. അതുപോലെ എനിക്ക് ഒരു സ്കൂട്ടി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാനും മലകളിലൊക്കെ സഹോദരിമാരുടെ മീറ്റിങ്ങിനും പ്രവർത്തനങ്ങൾക്കും എല്ലാ ബുധനാഴ്ചയും ഞാൻ ഫുൾ ടൈം മലയിൽ തന്നെയാണ്. അതിരാവിലെ ഒരു 6 മണി മുതൽ പല ഹിൽ ചർച്ചിൽ നമുക്ക് സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ പോണെങ്കിൽ ഒരു സ്കൂട്ടി വേണം. അപ്പൊ ഒരു സ്കൂട്ടി വേണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞു. അതിനുവേണ്ടി കാത്തിരുന്നു, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവിനോട് മാത്രമേ ഞാൻ പറയുള്ളൂ, ഞാൻ ആരോടും പറയാൻ പോണില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ സമയമായപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ നോക്കുമ്പോ ഇന്ന ദിവസം ഇന്ന സമയം ആകുമ്പോഴത്തേക്കും ഇന്ന മാസം ആകുമ്പോഴത്തേക്കും ദൈവമേ എനിക്ക് വണ്ടി കിട്ടിയിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ആ സമയമായപ്പോഴത്തേക്ക് എത്ര രൂപയാണോ ആ സ്കൂട്ടി മേടിക്കാൻ ആവശ്യമുള്ള അത്രയും പൈസ ദൈവം ആ അക്കൗണ്ടിൽ തന്നു. അതിനെ ദൈവത്തെ സ്തുതിക്കാം. എന്നിട്ട് ആ സ്കൂട്ടി ഏറ്റവും നല്ല മലയിലൊക്കെ പോകാനായിട്ടുള്ള ഏറ്റവും പവറുള്ള നല്ല സ്കൂട്ടി തന്നെ മേടിക്കാൻ കർത്താവ് സഹായിച്ചു. അതുപോലെ ഓരോ ആവശ്യങ്ങളിലും ദൈവം കൂടെ ഇരിക്കണം.
ആം, സമയാസമയങ്ങളിൽ കർത്താവ് ആവശ്യം അനുസരിച്ച് ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ആം, അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഇവിടെ കുഞ്ഞുങ്ങളെ ഒക്കെ അസുഖം വന്നിട്ട് ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഇവിടെ മെഡിക്കൽ ഫെസിലിറ്റീസ് കുറവാണ്. നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ ക്ലിനിക്കുകൾ മാത്രമേ ഉള്ളൂ. ഒരു പീഡിയാട്രീഷ്യനെ കാണണമെങ്കിൽ ഇവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരം യാത്ര ചെയ്യണം വീണ്ടും. അപ്പൊ എന്റെ ഇളയ മോള് രണ്ട് മക്കളാണ് ഇവിടെ വന്നപ്പോ ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് പെൽവിക് മസിൽസിന്, എന്റെ യൂട്രസിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു. പക്ഷെ ദർശനം കണ്ടു ഒരു കുഞ്ഞിനെയും കൂടെ ദൈവം ആഗ്രഹിക്കുന്നു, ഒരു കുഞ്ഞും കൂടെ ഉണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പിന്നെയും പിന്നെയും ദർശനം കണ്ടു, ദൈവത്തിന് ആഗ്രഹമുണ്ട്. അപ്പം ഞങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു അങ്ങനെ പാടില്ല, നിങ്ങൾക്ക് ഇനി കുഞ്ഞൊന്നും പാടില്ല അങ്ങനെ പറഞ്ഞു. പക്ഷെ ദർശനം കണ്ട പ്രകാരം എന്തായാലും ഒരു കുഞ്ഞിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞിനെ തന്നു. നോർമൽ ആയിട്ട് തന്നെ ആ കുഞ്ഞിനെ ദൈവം ഡെലിവറി ചെയ്യാൻ സഹായിച്ചു. അങ്ങനെ പക്ഷെ അവൾക്ക് എപ്പോഴും അസുഖം, ചുമ, ന്യൂമോണിയ. 3 മാസമായപ്പോ ന്യൂമോണിയ വന്നു. പിന്നെ കൂടെ കൂടെ ന്യൂമോണിയ വന്നു, പിന്നെ ചുമ വന്നു. പലപ്പോഴും അതെ പിശാച് നമ്മുടെ മനസ്സ് മടിപ്പിച്ച് നമ്മള് നല്ല ഒരു അന്തരീക്ഷത്തില് സെറ്റപ്പില് നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ ഹോസ്പിറ്റല്, നാട്ടില് ടൗണിൽ തന്നെയാണ് തൃശ്ശൂര് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ അങ്ങനത്തെ ഫെസിലിറ്റീസ് എല്ലാം ഇല്ലാതിരിക്കുമ്പോ പിശാച്, മടുപ്പ്, നിരാശ, നാട്ടിൽ പോവാം. എന്റെ ഇളയ കുഞ്ഞിന് കണ്ടിന്യൂസ് ആയിട്ട് ചുമയും ന്യൂമോണിയ വന്നപ്പോ നാട്ടിൽ പോണം നാട്ടിൽ പോണം എന്ന് ഒത്തിരി വട്ടം ആലോചിച്ചു. ആ സമയത്ത് ഞാൻ എപ്പോഴും കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയും. അപ്പൊ ആ സമയത്ത് എന്റെ മദർ ഇല്ലോയും ഫാദർ ഇല്ലോയും നേപ്പാൾ വിസിറ്റ് ചെയ്യാൻ വന്നു. ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് അവര് പറഞ്ഞു, ഞങ്ങൾ ഈ മോളെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം, ഞങ്ങൾ അവിടെ അവളെ നോക്കിക്കോളാം, അവളുടെ ആരോഗ്യം ഒക്കെ ശരിയാവണ വരെ ഞങ്ങൾ നോക്കിക്കോളാം. അതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം. കാരണം എന്റെ പിള്ളേര് എപ്പോഴും എന്റെ കൂടെ താമസിക്കണം, ഞാൻ അവരും മിഷണറിമാരാവണം ഭാവിയില്, അത് തന്നെയാണ് ആഗ്രഹം. അപ്പൊ അവര് ഞങ്ങളുടെ കൂടെ വളർന്നാലാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുള്ളൂ. അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ എനിക്ക് ഒരു 2 വയസ്സ് മുതൽ ഒരു 2, 2.5, 3 വയസ്സ് വരെയൊക്കെ ഞാൻ കൗൺസിലിംഗ് പഠിച്ചതായതുകൊണ്ടും അമ്മയുടെ സാന്നിധ്യം എപ്പോഴും പിള്ളേർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നാട്ടിലേക്ക് വിടാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ച സമയത്ത് ദൈവാത്മാവ് പറഞ്ഞു, ആ കുഞ്ഞിനെ അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തു വിട്ടേരെ, ഇൻലോസിന്റെ കയ്യിൽ. അങ്ങനെ അവളെ ഒരു 13 മാസമായപ്പോ അവളെ നാട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇവിടെ ഒത്തിരി പുതിയ പ്രവർത്തനങ്ങൾ, പുതിയ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവാൻ ദൈവം സഹായിച്ചു. ആ അഡൽട്ട് ലിറ്ററസി ഒക്കെ തുടങ്ങിയത് ആ സമയത്താണ്. അപ്പൊ ദൈവത്തെക്കാൾ അധികം എന്നെ ഹസ്ബൻഡ് പറഞ്ഞു, ദൈവത്തെക്കാൾ അധികം നമ്മൾ ഒന്നിനെയും സ്നേഹിക്കാൻ പാടില്ല. അതുകൊണ്ട് അപ്പൊ ആ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കണതിന്റെ വിഷമമൊന്നും ഒരു ഭാരമായിട്ട് തോന്നിയില്ല. കാരണം കർത്താവിനെ അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മനസ്സിൽ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരു 7-8 മാസം നാട്ടിലായിരുന്നു. കഴിഞ്ഞ് ഹെൽത്ത് ഓക്കെ ആയപ്പോ ഞങ്ങളെ തിരിച്ച് ഞാൻ പള്ളിക്ക് കൊണ്ടുവന്നു. അവര് 3 പേരും ഇപ്പൊ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ അവരെ എപ്പോഴും മിഷണറി വീഡിയോസ് ഒക്കെ കാണിക്കും, മിഷൻ എന്താന്ന് പറഞ്ഞു കൊടുക്കും. ഞങ്ങളുടെ ആഗ്രഹം ഭാവിയിൽ അവര് 3 പേരും പഠിക്കാൻ നല്ല മിടുക്കരാണ് 3 പേരും. അപ്പം അവരുടെ പഠിത്തവും അവരുടെ അറിവും അവരുടെ എഡ്യൂക്കേഷനും എല്ലാം ഉപയോഗിച്ച് അവർ കർത്താവിന് വേണ്ടി തന്നെ പ്രയോജനമുള്ളവരായി തീരുന്നത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അവരും ഒരു സുവിശേഷ വേല ഒരു പ്രയോറിറ്റി കൊടുത്ത് ജീവിക്കുന്നവരായിരിക്കണം ഫുൾ ടൈം. അല്ലെങ്കിലും ദൈവം അവരെ കുറിച്ച്, ഓരോരുത്തരുടെ കോളിംഗ് അനുസരിച്ച് അവരെ ദൈവം എങ്ങനെയാണോ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഉപയോഗിക്കണം എന്നാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടി അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. ഇവിടുത്തെ ഈ കോസ്റ്റ് ഓഫ് ലിവിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ഇവിടുത്തെ വാഹനങ്ങളൊക്കെ ഭയങ്കര വിലയാണ് ഇവിടെ. ഒരു നാട്ടിലത്തെ മാരുതിക്ക് ഇവിടെ 23 ലക്ഷമാണ് ഇവിടുത്തെ വില. അങ്ങനെ ഓരോ കാര്യങ്ങളിലും വില ഭയങ്കര കൂടുതലാണ്. പക്ഷെ എന്നാലും ദൈവം നമ്മളെ വളരെ നന്നായിട്ട് നടത്തുന്നു. ഇലക്ട്രിസിറ്റി സൗകര്യങ്ങൾ ഇവിടെ വളരെ കുറവാണ്. ഇലക്ട്രിസിറ്റി ഇവിടെ എപ്പോഴും ഈ ചൂടുകാലം ആവുമ്പോൾ കറണ്ട് പോവും, ഒത്തിരി മണിക്കൂർ കറണ്ട് വരില്ല, അതിന്റെ പ്രശ്നങ്ങളുണ്ട്. മലകളിലൊന്നും ഒട്ടും കറണ്ടും ഇല്ല, റേഞ്ച് ഇല്ല, ഫോൺ വിളിച്ചാൽ കിട്ടില്ല. നമ്മൾ മലകളിലൊക്കെ പോണ സമയത്ത് നാട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, അവർ വിളിക്കുമ്പോഴൊന്നും നമ്മളെ കോണ്ടാക്റ്റിൽ കിട്ടില്ല, കാരണം അവിടെ റേഞ്ച് ഒന്നും ഇല്ല. അങ്ങനത്തെ സാഹചര്യങ്ങളാണ്. പിന്നെ റോഡുകൾ ഇവിടെ ഈ നേപ്പാൾ ഗവൺമെന്റ് ഭയങ്കര പുവർ ആയതുകൊണ്ട് അവർക്ക് ഈ കൺസ്ട്രക്ഷനായിട്ട് റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഫണ്ടൊന്നും അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് എല്ലാ റോഡ് ഫെസിലിറ്റീസും കുറവാണ്. ഞങ്ങൾ താമസിക്കുന്ന ശരിക്കും പറഞ്ഞ ഒരു NH-ന്ന് അധികം ദൂരം അല്ലാതെ ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷെ ഈ NH-ന്റെ അവസ്ഥ എന്ന് പറഞ്ഞത് NH ആണെന്ന് തോന്നില്ല. അതുപോലെ
അവസ്ഥയാണ്. അതിൽ നല്ല നല്ല ഒരു ഒത്തിരി ദൂരെ യാത്രയാണ്, വലിയ റോഡൊക്കെയാണ്, പക്ഷെ അതിന്റെ പണികളൊക്കെ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. കുറേ മണിക്കൂർ എടുക്കും ബോർഡറിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ. ഇവിടുന്ന് നമുക്ക് നേപ്പാളിൽ നിന്ന് അടുത്ത ഇന്ത്യൻ ബോർഡർ, ഞങ്ങൾ താമസിക്കുന്നതിന് ഏറ്റവും അടുത്ത ഇന്ത്യൻ ബോർഡർ റെക്സോൾ എന്ന് പറഞ്ഞ ബോർഡറാണ് ബീഹാറിലുള്ള. പിന്നെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഈ റെക്സോൾ പാറ്റ്ന വഴിയാണ് കേരളത്തിട്ട് പോകുന്നത്. അതുപോലെ നേപ്പാളിൽ നിന്ന് വേറെ ഒരു ഗോരഖ്പൂർ റൂട്ട് ഉണ്ട്, UP. സുനോളി എന്ന് പറഞ്ഞ ഒരു ബോർഡറിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഗോരഖ്പൂർ ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് കേരളത്തിലേക്ക് അങ്ങനെ യാത്ര ചെയ്യും. പക്ഷെ ഈ യാത്രയെല്ലാം വളരെ ക്ലേശം നിറഞ്ഞ യാത്രയാണ്. കാരണം എപ്പോഴും സൈഡിലൊക്കെ മലകളാണ്, യാത്രയിലും വലിയ അപ്പൊ മഴ സമയത്ത് മണ്ണിടിച്ചിലുണ്ടായി, റോഡെല്ലാം നശിക്കും. ഇവിടുന്ന് കാത്മണ്ഡുവിനുള്ള വഴി ഒരൊറ്റ റോഡേ ഉള്ളൂ. അതാണെങ്കിലും ഇടയ്ക്കിടയ്ക്കും മണ്ണിടിച്ചിൽ വന്ന് നശിക്കും. ഇപ്പൊ ഈ മഴക്കാലത്ത് ഹെവി റെയിനിങ് വന്നിട്ട് ബസ്സൊക്കെ ഒലിച്ചു പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ഈ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ല. സാധാരണ നേപ്പാളിനെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്: ദ കൺട്രി ഈസ് പുവർ, ദ പീപ്പിൾ ആർ റിച്ച്. എന്ന് പറഞ്ഞാൽ ഈ താഴ്വാരത്തുള്ള ആൾക്കാരുടെ ജീവിത നിലവാരവും മലകളിലുള്ള ആൾക്കാരുടെ ജീവിത നിലവാരവും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. താഴ്വാരത്തിലുള്ളവർ കൂടുതൽ വിദേശത്ത് പോകുന്നവരും വിദേശത്ത് പോയി പൈസ സമ്പാദിക്കുന്നവര്. അതുകൊണ്ട് ഈ താഴ്വാരത്തിലുള്ളവരുടെ കയ്യിൽ ഒത്തിരി പൈസയുണ്ട്. പല രാജ്യങ്ങൾ, ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷെ ഭയങ്കര വിലയാണ്. കാരണം ഇവിടുത്തെ ഈ താഴ്വാരത്തിലുള്ളവർക്ക് അത്രയും വില കൊടുത്ത് സാധനങ്ങൾ മേടിക്കാൻ അവരുടെ കയ്യിൽ പൈസയുണ്ട്. കാരണം അവരെല്ലാം വിദേശത്ത് പോയി പണം സമ്പാദിച്ചിട്ടുള്ളതാണ്. പക്ഷെ മറുവശത്ത് നമ്മള് മലകളിലുള്ളവരുടെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ അവർ തീരെ പാവപ്പെട്ടവരാണ്. അവർക്ക് ഒരു ഫെസിലിറ്റി ഇല്ല, അവർക്ക് ഒട്ടും പൈസ ഇല്ലാതെ ഒത്തിരി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ രണ്ട് ടൈപ്പുള്ള ആൾക്കാരാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പലതരം ഭാഷകളുണ്ട്, പലതരം ജാതിയുണ്ട്. ജാതി വ്യവസ്ഥയും ഇങ്ങനെ തൊട്ട് കൂടായ്മയൊക്കെ ഇപ്പോഴും ഇവിടെയുണ്ട്. വലിയ ജാതിയിലുള്ളവര് താഴ്ന്ന ജാതിയിലുള്ളവര് കൊടുക്കണ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, അങ്ങനത്തെയൊക്കെ ഇപ്പോഴും ഇവിടെയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നു എന്ന് പറയുന്ന പിള്ളേര് ചെപ്പാങ് എന്ന് പറഞ്ഞ സമുദായത്തിലുള്ളവരാ. അവര് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള, സൊസൈറ്റിയിലെ ഏറ്റവും ലോവസ്റ്റ് സ്ട്രാറ്റയിലുള്ള ആൾക്കാരാണ്. അവർ ഏറ്റവും താഴ്ന്ന ഒരു ഒരു ജാതിയിൽപ്പെട്ടവരാണ് അവര്. അപ്പം അവര് ഇവിടെ വന്ന് അവരെ താഴെ കൊണ്ടുവന്ന് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവര് മലകളിൽ ജനിച്ചു വളർന്നത് കൊണ്ടും അവർക്ക് ഇവിടുത്തെ രീതികളൊന്നും അറിയില്ല. അവരുടെ പഠിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ മിഷൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാല് മലകളിൽ നിന്നുള്ള ഇതുപോലെ തന്നെ ഈ ചെപ്പാങ് ജാതിയിലുള്ള ഒരു 10 പിള്ളേരെ പല മലകളിൽ നിന്ന് കൊണ്ടുവന്ന് താഴ്വാരത്തില് റൂം എടുത്ത് അവിടെ നിർത്തി പഠിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികളെ പെൺകുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ട്, ആൺകുട്ടികളെയും പഠിപ്പിക്കുന്നു. വേറെ വേറെ സ്ഥലത്തായിട്ട് നിർത്തി അങ്ങനെ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ മിഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് ആണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്. കാരണം ഇവിടെ മലകളിലൊക്കെ ആദ്യമായിട്ട് വിശ്വാസി വന്ന ആളാണല്ലോ പാസ്റ്റർ, പക്ഷെ അവർക്ക് വചനം അറിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മലകളിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സിനെ സെലക്ട് ചെയ്ത് അവരെ താഴെ കൊണ്ടുവന്ന് അവർക്ക് വചനം അവരെ പഠിപ്പിച്ച് 2 മാസം ഇവിടെ നമുക്ക് എല്ലാ വർഷവും 2 മാസം താമസിപ്പിച്ച് അവർക്ക് ബൈബിൾ ട്രെയിനിങ് കൊടുക്കും. ബൈബിൾ ട്രെയിനിങ് നമ്മൾ കൊടുക്കും. അങ്ങനെ 2 മാസം അവരെ താമസിപ്പിച്ച് ബൈബിൾ അവരെ പഠിപ്പിച്ച് തിരിച്ച് അവരെ മലയിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു കാര്യം ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് ഈ അർപ്പൺ മിഷൻ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് VBS ഇവിടെ ഉണ്ടായിരുന്നില്ല പണ്ട്. ഇപ്പൊ നമ്മുടെ മിഷനാണ് ഇവിടെ VBS ഒക്കെ ചെയ്യാനും മലകളിൽ VBS ചെയ്യും. നമ്മുടെ ഒരു ചർച്ചാണ് കിരണ്ടാർ എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്. അവിടെ ആ മലയിൽ നമ്മൾ ചെന്നിട്ട് എല്ലാ വർഷവും VBS നടത്തും. അവിടെ ഒരു 400 പിള്ളേര് ആ VBSൽ പങ്കെടുക്കാറ്. 380 400-ലടുത്ത് പിള്ളേരെ നമുക്ക് VBS നമ്മൾ അവരെ വചനം പഠിപ്പിക്കും, പാട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്തെടുത്ത് ആ ടീച്ചേഴ്സിനെ നമ്മൾ VBSൽ ടീച്ചേഴ്സായിട്ട് വെക്കും. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാലും നാട്ടിലൊക്കെ നല്ല സുഖമാണ്. VBS നടത്തുമ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ടീച്ചർമാരും ചെറുപ്പത്തിൽ മുതൽ ബൈബിൾ പഠിപ്പിച്ച സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെയാണ്. VBSന് പഠിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ അവരെ VBSന് പഠിപ്പിക്കാൻ വേണ്ടി 3-4 ട്രെയിനിങ് കൊടുത്ത് ടീച്ചേഴ്സിനെ ആദ്യം എക്വിപ്പ് ചെയ്ത് അവരെ കൊണ്ട് ഫുള്ള് കഥയൊക്കെ എങ്ങനെ പിള്ളേരെ പഠിപ്പിക്കണേന്നുള്ളത് നമ്മൾ കേട്ട്
പിന്നെ അവരെ ആ VBSന് കൊണ്ടുപോയി ആ കുട്ടികൾക്ക് ടീച്ചേഴ്സ് ആയിട്ട് നമ്മൾ അവരെ അപ്പോയിന്റ് ചെയ്യണം. അങ്ങനെ VBS എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ യൂത്ത് ക്യാമ്പ്സ് നമ്മൾ നടത്തുന്നുണ്ട്. ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന് നമ്മൾ വിദേശത്തു നിന്ന് പല ടീമായിട്ട് വന്നിട്ട് നമ്മളെ മിഷന് ക്ലാസ്സുകൾ എടുക്കാനൊക്കെ ടീമായിട്ട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. പിന്നെ വിസിറ്റിങ്ങിനായിട്ട് വരുന്നുണ്ട്. വിസിറ്റിംഗ് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ അറിയാൻ വേണ്ടി. നമ്മുടെ നാട്ടിലുള്ള ചർച്ചിൽ നിന്നൊക്കെ ആണെങ്കിലും ഇങ്ങനെ 2-3-4 പേരായിട്ട് വന്ന് ടീമായിട്ട് വന്ന് ഒരാഴ്ച നമ്മുടെ കൂടെ താമസിച്ച് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇവിടുത്തെ മിഷൻ സാധ്യതകളൊക്കെ മനസ്സിലാക്കി അങ്ങനെ പോകുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ ഇവിടെ വിസിറ്റിങ്ങിനായിട്ട് വരുന്നവരുണ്ട്. അല്ലാതെ വിസിറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് വിസിറ്റിങ്ങിനായിട്ട് വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കാൻ അവസരങ്ങളുണ്ട്. അങ്ങനെ ഇവിടുത്തെ ആവശ്യങ്ങൾ, ഇവിടുത്തെ മിഷൻ നീഡ്സ് എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാല്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈം മിനിസ്ട്രി ആയിട്ട് വരാൻ താല്പര്യമില്ലാത്തവർക്ക് പാർട്ട് ടൈം ആയിട്ടും വരാം. ഇപ്പൊ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല, അപ്പൊ നേഴ്സിംഗ് പഠിച്ചവർക്ക് നേഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു 1 ഇയർ കമ്മിറ്റ്മെന്റിൽ അങ്ങനെയൊക്കെ വരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സ്കൂളിലെ ടീച്ചേഴ്സ് പല രീതിയിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഇവിടെ പലഹാരങ്ങളൊക്കെ നേപ്പാളിന്റെ ഒരു പ്രത്യേകത, ഇവിടെ 2 നേരമാണ് ഭക്ഷണം ഉള്ളൂ. രാവിലെ ചോറ് കഴിക്കും, അതിനുശേഷം വൈകുന്നേരം ചോറ്, പിന്നെ ഇടയ്ക്കൊന്നും കഴിക്കില്ല. അപ്പൊ അങ്ങനെ 2 നേരം ഇവിടുത്തെ സ്റ്റേപ്പിൾ ഫുഡും റൈസ് തന്നെയാണ്. നോർത്ത് ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഭാഗം ആണെങ്കിൽ പോലും ഇവിടെ ചപ്പാത്തി അല്ല ഇവരെ മെയിൻ ആയിട്ട് കഴിക്കുന്ന, ചോറ് തന്നെയാണ്. ചോറാണ് മെയിൻ ഫുഡ്. ചോറ്, ചോറ്, റൈസ്, ദാൽ തർക്കാരി എന്ന് പറഞ്ഞാൽ ദാൽ ബാത്ത് തർക്കാരി എന്ന് പറഞ്ഞാൽ ദാലുണ്ട്, മെയിൻ ആയിട്ട് ഉരുളൻകിഴങ്ങ്, ഒരു കറി, പിന്നെ ചോറ്. അങ്ങനെ 2 നേരം ഫുഡ് കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കില്ല. ചെറിയ ഖാജ പോലത്തെ എന്തെങ്കിലും കഴിക്കും, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി മലയിലുള്ളവർ ഒന്നും കഴിക്കില്ല, 2 നേരം കഴിക്കുള്ളൂ. മെയിൻ ആയിട്ട് ഇവിടെ 2 നേരം ഫുഡ് കഴിക്കുന്നു. അപ്പം കാരണം ഇവിടെ പുവർ ആയതുകൊണ്ട് തന്നെയാണ് ആൾക്കാര് 3 നേരം കഴിക്കാനായിട്ടുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് 2 നേരം തന്നെ കഴിക്കുന്നു. അപ്പം ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞവർക്ക് ഇവിടെ പാർട്ട് ടൈം ആയിട്ട് അവർക്ക് എന്തെങ്കിലും ചെറിയ ബിസിനസ് അല്ലെങ്കിൽ ഹോട്ടലായിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഇവിടെ പലഹാരങ്ങൾ അങ്ങനത്തെ ഒന്നും ഇല്ല. ഇവിടെ ഒരു പലഹാരവും ഇല്ല. ഈ ബ്രെഡ് ബൺ അങ്ങനത്തെയൊക്കെ അല്ലാണ്ട് ഇവിടുത്തെ മെയിൻ ആയിട്ട് പലഹാരങ്ങൾ ചൗമീൻ, മോമോ, അതാണ് ഇവിടുത്തെ. വേറെ ഒരു പലഹാരങ്ങളും ഇല്ല. അപ്പൊ ഏത് ഏത് സ്ട്രീം ഓഫ് പഠിത്തം കഴിഞ്ഞവർക്കും ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് വേല ചെയ്യാൻ പറ്റും. ഏത് രീതിയിലും നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരാം. പിന്നെ ഇവിടെ ഒന്നും വരാൻ ആർക്കും ഇഷ്ടമല്ലല്ലോ. അപ്പം പക്ഷെ ദൈവം നമ്മളെ അത് ആഗ്രഹിക്കുന്നു. എനിക്ക് ഈ വിഷൻ കിട്ടുന്നതിൽ ചലഞ്ച് ഓഫ് മിഷൻസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഭാഗമാണ്. ആ ബുക്കിൽ ഞാൻ വായിച്ച ഒരു കഥയുണ്ട്. ആ കഥയിൽ ഇങ്ങനെയാണ് ഞാൻ വായിച്ചത്. അത് ഓസ്വാൾ ജെ സ്മിത്ത് എന്ന് പറഞ്ഞ ആൾ എഴുതിയത്. അദ്ദേഹം അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഒരു ഓഡിയൻസ് ഇരിക്കുകയാണ് ഒരു വലിയ ഒരു ഓഡിറ്റോറിയത്തിൽ. അപ്പൊ കുറെ ആൾക്കാരുടെ കയ്യില് കഷ്ണമുണ്ട്, മീൻസ് അവരുടെ കയ്യിൽ ഫുഡുണ്ട്. അവര് ഫ്രണ്ട് റോയിലുള്ളവർക്ക് മാത്രം അതിങ്ങനെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പം ഫ്രണ്ട് റോയിലുള്ളവര് ഭക്ഷണം കഴിച്ച് അവർക്ക് മതി, അവർക്കിനി വേണ്ട, എന്നാലും നമ്മൾ പിന്നെയും കൊടുത്തോണ്ടിരിക്കും. പക്ഷെ ലാസ്റ്റ് റോയിലുള്ളവർക്കൊന്നും ഫുഡ് കിട്ടുന്നില്ല. അവരാണെങ്കിൽ ക്രംസ് ഓഫ് ബ്രെഡ്, അവർക്ക് ചെറിയ കഷ്ണമെങ്കിലും കിട്ടിയാൽ മതി എന്ന് വെച്ചാൽ അവരിങ്ങനെ ആർത്തിയോടെ കാത്തിരിക്കുക. പക്ഷെ ആരും അങ്ങോട്ടേക്ക് പോവാന്, അവർക്ക് അത് കൊടുക്കാൻ തയ്യാറാവണില്ല. കാരണം ബുദ്ധിമുട്ടാണ് ബാക്കിൽ പോവാൻ. അപ്പം അത് വായിച്ചപ്പോ ആണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്: ദൈവം എന്നെ അൺറീച്ച്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ദൂരെയുള്ള സ്ഥലങ്ങൾ, ആർക്കും പോകാൻ ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ എന്നെ അയക്കണമേ കർത്താവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയത് ഞാൻ ആ ബുക്ക് വായിച്ചതിന് ശേഷം. അപ്പം അതുപോലെ തന്നെ നമ്മൾക്ക് അതുപോലെ ഈ രാജ്യത്ത് അതുപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആരും വരാൻ ഇഷ്ടമില്ല, എന്നാലും കർത്താവിന് വേണ്ടി ഇവിടെ കാത്തിരിക്കണം. നമ്മളൊരു മലയിൽ ചെല്ലുമ്പോൾ നമ്മൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ മലയിലുള്ളവരെല്ലാം വെൽ പ്രിപ്പയർഡ് ആവും. അവർക്ക് വചനം കേൾക്കാനുള്ള ഒരു തീവ്രമായ ആർത്തിയാണ്. അവർ ശനിയാഴ്ചയാണ് ഇവിടുത്തെ പ്രെയർ. അപ്പൊ ശനിയാഴ്ച നമ്മൾ ഈ ഗസ്റ്റ് വന്ന് ഞങ്ങൾക്ക് നല്ല വചനം വിളമ്പി തരും. അതിനായിട്ട് അവരിങ്ങനെ കാത്തിരിക്കും. ഫുഡിനായിട്ട് ആർത്തിയോടെ കാത്തിരിക്കണ പോലെ. വിശപ്പ്, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല എന്ന് പറഞ്ഞ പോലെ അവർക്ക് ഈ വചനം കേൾക്കാനായിട്ട് തീവ്രമായ ആഗ്രഹമുണ്ട്. പക്ഷെ ആര് പോവും, ആര് പഠിപ്പിക്കും?
എന്നുള്ളതാണ് വിഷയം. അപ്പം ദൈവം അത് ആഗ്രഹിക്കുന്നു. ഇത് എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക ദൈവത്തോട്. ദൈവം എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല എന്താണ്? നമുക്ക് നമ്മളെ പറ്റി ഒത്തിരി പ്ലാൻസ് ഉണ്ട്, പക്ഷെ നമ്മുടെ പ്ലാൻ അല്ല, ദൈവത്തിന് എന്താണ് നമ്മുടെ പെർഫെക്റ്റ് വില്ല്. ആ പെർഫെക്റ്റ് വില്ല് നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. റോമർ 12 പറയണ പോലെ ദൈവത്തിന്റെ ആ ഒരു പൂർണ്ണതയും പ്രസാദവും ഉള്ള ആ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയാണ്. അതുപോലെ ആ ദൈവഹിതം നമ്മളെ കുറിച്ച് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിക്കുക. അപ്പൊ ദൈവം നമുക്കത് ക്ലിയർ ആക്കി തരും. ഈ നേപ്പാള് ഞാൻ നിങ്ങളെ നേപ്പാളിലേക്ക് സ്വാഗതം ചെയ്യാണ്. നേപ്പാൾ നിങ്ങളെ വിളിക്കുകയാണ്. കാരണം ഇവിടെ ഒത്തിരി നീഡ്സ് ഉണ്ട്, ഇവിടെ ഒത്തിരി ആൾക്കാർക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. ഞാൻ പലപ്പോഴും ഞങ്ങള് മലകളിലൊക്കെ ചെല്ലുമ്പോൾ ന്യൂമോണിയ ഒക്കെ വന്ന് കുഞ്ഞുങ്ങൾ ഒത്തിരി ഭാരപ്പെടും. അപ്പൊ ഈ നെബുലൈസ് ഒക്കെ ചെയ്യണം. നെബുലൈസ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു മെഷീൻ അവിടെ ഇല്ല. അത് പ്രവർത്തിപ്പിക്കാൻ പാകത്തിന് ഒരു ഇച്ചിരി പോലെ അറിവുള്ള ഒരാൾ ആ മലകളിലില്ല. അതുകൊണ്ട് അവര് ഈ ന്യൂമോണിയ ഒക്കെ ബാധിച്ച കൊച്ചുങ്ങളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ദൂരെ യാത്ര ചെയ്ത് കാറ്റടിച്ച് ദൂരെ യാത്ര ചെയ്ത് താഴെ വന്ന ഒരു പഫ് എടുത്ത് മേളിൽ പോകേണ്ട അവസ്ഥയൊക്കെയാണ്. അപ്പം അതുപോലത്തെ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോഴും എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഇല്ല. 6ൽ പഠിക്കുന്ന കൊച്ചിനും സ്വന്തം പേരല്ലാതെ വേറെ ഒന്നും എഴുതാൻ അറിയില്ല. നേപ്പാളി വായിക്കാൻ അറിയില്ല. ഇംഗ്ലീഷ് അല്ല, നേപ്പാളി പോലും വായിക്കാൻ അറിയില്ല മലകളിലുള്ള കുഞ്ഞുങ്ങൾക്ക്. 6ലും 7ലും ഒക്കെയാണ് പഠിക്കുന്നത്. നമ്മൾ VBS നടത്തുന്ന സമയത്ത് എന്തെങ്കിലും വായിക്കാൻ കൊടുക്കുമ്പോ എത്രയല്ല പഠിക്കണേ? 7ല് 8ല്, പക്ഷെ വായിക്കാൻ അറിയില്ല. അപ്പൊ നമ്മൾ അത്ഭുതപ്പെടും, സ്കൂളിൽ 7ലും 8ലുമായിട്ട് എന്താണ് വായിക്കാൻ അറിയാത്ത? അപ്പൊ അതുപോലത്തെ ടീച്ചേഴ്സ് ഒന്നും മലകളിൽ വേണ്ട രീതിയിൽ സ്കൂളിൽ പോകുന്നില്ല, പഠിപ്പിക്കുന്നില്ല. മലകളിലെ അങ്ങനത്തെ അപ്പൊ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും അത് ബാധിച്ചിട്ടുണ്ട്. ആ വിശ്വാസിയാന്ന് പറഞ്ഞാലും ഇപ്പൊ യേശുവിനെ സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പക്ഷെ വിശുദ്ധിയിൽ ജീവിക്കണം, ബൈബിള് വായിച്ച് അതിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്യാൻ, ദൈവമായിട്ട് റിലേഷൻഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒത്തിരി പ്രശ്നമുണ്ട്. അപ്പൊ വിദ്യാഭ്യാസം ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്തൊക്കെ നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഒത്തിരി പേരെ ആവശ്യമുണ്ട്. ദൈവം അയക്കുന്നവര് ഇവിടേക്ക് വരണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. നമ്മളുടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന യജമാനനോട് അപേക്ഷിപ്പിൻ വേലക്കാരെ അയക്കുന്നത്. നമുക്ക് അപേക്ഷിക്കാം. അപ്പം ദൈവം വേണ്ട ആൾക്കാരുടെ ഹൃദയത്തിൽ സംസാരിക്കും. ദൈവം അവരെ ഇങ്ങോട്ട് അയക്കും. ദൈവത്തിന് ഞങ്ങളോട് തോന്നിയ മഹാകരുണകാരനാണ് ഞങ്ങൾ ഇപ്പോൾ നേപ്പാളിലായിരിക്കുന്നത്. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുന്നത്. ഒരു പ്രാവശ്യം പോലും ഞങ്ങൾ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ എന്താണ് അങ്ങനെ തീരുമാനം എടുത്തത്? ഒരു പ്രാവശ്യം പോലും ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും ദൈവത്തിന് നന്ദി പറയാൻ. ദൈവം ഞങ്ങളെ മിഷണറി ആവാൻ സെലക്ട് ചെയ്തല്ലോ. അതിന് ഒരു യോഗ്യത ഉണ്ടായിട്ടല്ല, ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടാണ് ദൈവം ഇതിലേക്ക് ഞങ്ങളെ ഈ മിഷണറി ആവാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നത്. ചില സമയത്ത് ഓർക്കും, ഞാനിപ്പോ ദൈവം എന്നെ മിഷണറി ആയിട്ട് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നാട്ടില് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് ഒരു റുട്ടീൻ ലൈഫ് നയിക്കുന്ന ഒരാളായേനെ. വലിയ വീടുണ്ടാക്കണം, സെറ്റിൽ ആവണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവരെ കല്യാണം കഴിപ്പിക്കണം, പിന്നെ കുറച്ച് വരും തലമുറകൾക്ക് വേണ്ടി കുറെ കൂട്ടി വെക്കണം. ഇങ്ങനത്തെ ഒരു സാധാരണ ചിന്താഗതിയിൽ ജീവിക്കേണ്ട വ്യക്തിയാണ്. പക്ഷെ ദൈവത്തിന്റെ മഹാകരുണ കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് സെർവ് ചെയ്ത് ഇവിടെ വന്ന ഓരോരുത്തരുടെയും ആ ഒരു പുഞ്ചിരി കാണുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കും, ദൈവവചനം ഷെയർ ചെയ്യുമ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ അവർക്ക് കിട്ടണ ഒരു സന്തോഷം, അവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ധാരാപ്പാനി എന്ന് പറഞ്ഞ ചർച്ചിൽ പോകുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ല, അമ്മ ഉപേക്ഷിക്കപ്പെട്ട പിള്ളേര്, ആ 3 പിള്ളേർക്ക് ഞാൻ ബുധനാഴ്ച ചെല്ലുമെന്ന് അവർക്കറിയാം. അവരിങ്ങനെ നോക്കിയിരിക്കും, ആന്റി എന്നാണ് ഐറൻ ആന്റി ബുധനാഴ്ച വരെ. അവര് ട്യൂസ്ഡേ മുതലേ എക്സൈറ്റഡ് ആണ് എന്നെ കാണാൻ. കാരണം ഞാൻ അവർക്ക് ബിസ്ക്കറ്റ് പല സാധനങ്ങളും മേടിച്ചു കൊടുക്കും. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ അവരെ എന്റെ മടിയിൽ വെക്കുക, ഞാൻ അവരെ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ അമ്മയെ നിന്ന് കിട്ടേണ്ട ലവ് ആണ് അവര് ക്രേവ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് ആഗ്രഹിക്കുന്നത് ആ ഒരു സ്നേഹമാണ്. ആ സ്നേഹം അങ്ങനെ. അപ്പൊ അതൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുമ്പോ അവർക്ക് ഉണ്ടാവുന്ന സന്തോഷം കാണുമ്പോ നമ്മൾ ദൈവത്തെ സ്തുതിക്കും. അത് ഞാൻ നാട്ടിൽ എവിടെ ആവേണ്ട അത് കിടക്കേണ്ട ആളാ, പക്ഷെ ദൈവം ഇത്രയും ദൂരെ ഇവിടെ കൊണ്ടുവന്ന ദൈവം വലിയ വലിയ കാര്യങ്ങളൊന്നും കർത്താവിന് വേണ്ടി ചെയ്യണില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ കർത്താവിനോട് വിശ്വസ്തയായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏത് കാര്യം കർത്താവ് ഏൽപ്പിച്ചാലും ചെറുതാണെങ്കിൽ വലുതാണെങ്കിലും അതിൽ വിശ്വസ്തയായിരിക്കണം എന്നുള്ളതാണ് ദൈവം. വിശ്വസ്തരായിരിക്കണം എന്നാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ഇതുവരെ കർത്താവ് ഞങ്ങൾ നടത്തി 6 വർഷം
ഇവിടെ ഞങ്ങളെ ദൈവം സൂക്ഷിച്ചു, പരിപാലിച്ചു. ആം, ഓരോ കാര്യങ്ങളിലും കർത്താവ് ഞങ്ങളുടെ കൂടെ നിന്ന്. കൊറോണ വന്ന സമയത്ത് ശക്തമായിട്ട് പനി വന്ന് അനുപേട്ടൻ അബോധാവസ്ഥയിലൊക്കെ ആയി. പക്ഷെ ആ സമയത്തും കർത്താവ് അത്ഭുതകരമായിട്ട് സൗഖ്യം കൊടുത്തതാണ്. കൊറോണയുടെ സമയത്ത് ഇവിടെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ലല്ലോ, ഇവിടെ ആശുപത്രികൾ അടുത്തില്ല. പക്ഷെ ആ ഒരു ദിവസം രാത്രി ഒരു 12:30 ആയപ്പോ കൊറോണ വന്ന സമയത്ത് അനുപേട്ടൻ പനി കൂടി, ശ്വാസം കിട്ടാതെ അബോധാവസ്ഥയിൽ അത് ഫെയിന്റ് ആയി. പക്ഷെ ആ സമയത്ത് പ്രാർത്ഥിച്ച സമയത്ത് ഉടനെ തന്നെ അനുവേണ്ട മെത്ത് പെട്ടെന്ന് ഒത്തിരി ഒത്തിരി വേർത്ത് പെട്ടെന്ന് തന്നെ ആ പനി വിട്ട് ദൈവം അങ്ങനെ സൗഖ്യം കൊടുത്തു. അങ്ങനെ നമ്മുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയത്ത് കർത്താവ് നമ്മളെ ഒത്തിരി പ്രാവശ്യം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഇളയ മോള് ന്യൂമോണിയ വന്ന് അവൾക്ക് പനി വന്നിട്ട് ഫിക്സ് വന്ന് 2 പ്രാവശ്യം ബോധം കെട്ട് സ്കൂളിൽ വെച്ച്, ഒരു പ്രാവശ്യം സ്കൂളിൽ വെച്ച് ബോധം കെട്ട്, ഒരു ദിവസം വീട്ടിൽ വെച്ച് പെട്ടെന്ന് ബോധം കെട്ട് എല്ലാ ശ്വാസമൊന്നും ഇല്ലാണ്ടായി. ആ സമയത്തും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ച് കർത്താവെ ഞങ്ങളെ ഓർക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് ബാക്കി ഞങ്ങൾ 4 പേര് പിള്ളേര് ഇരുന്ന് പ്രാർത്ഥിച്ച് ആ സമയത്ത് തന്നെ കർത്താവ് സൗഖ്യം തന്നിട്ടുണ്ട്. അതുപോലെ ഓരോ സമയത്ത് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. മിഷണറി ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ യേശുവിന്റെ കൂടെയാണ് നടക്കണേ. നമുക്ക് ജോലിയുള്ള സമയത്ത് നമുക്ക് എല്ലാം ഉണ്ട്, നമുക്ക് കർത്താവിനെ ആശ്രയിക്കേണ്ട ആവശ്യം പോലും ഇല്ല ചില സമയത്ത്. പക്ഷെ ഇതില് നമ്മൾ എല്ലാ കാര്യവും യേശുവിന്റെ അടുത്ത് ഷെയർ ചെയ്യുന്ന, എപ്പോഴും യേശുവിന്റെ കൂടെ നടക്കണോ, യേശു എന്റെ കൂടെ നടക്കണോ എന്നുള്ള ഒരു ഫുള്ള് എപ്പോഴും നമുക്ക് അതിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റണം. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോഴും ഇനിയും കർത്താവിന് ഞങ്ങളെ കുറിച്ച് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഈ ദേശത്ത് ദൈവം ഞങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ഞങ്ങളോട് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. അതുപോലെ ഞാൻ എല്ലാരെയും ചലഞ്ച് ചെയ്യുന്നു, നിങ്ങൾക്കും നേപ്പാൾ ഈസ് കോളിംഗ് യു. ദൈവം ദൈവത്തെക്കുറിച്ച് ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെ കുറിച്ചുള്ള പെർഫെക്റ്റ് വില്ല എന്താണ്, അത് നമ്മൾ അന്വേഷിക്കണം, അത് കണ്ടെത്തണം, അതിന്റെ പിന്നാലെ നടക്കണം, ദൈവത്തോട് ചോദിക്കണം. ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തിനെ ഇൻവോൾവ് ചെയ്ത് കർത്താവ് ഇതാണോ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല, അത് എന്റെ ഇഷ്ടമാണോ? അങ്ങനെ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വഴികൾ നമുക്ക് പറഞ്ഞു തരും. ദൈവം നമ്മളെ ഗൈഡ് ചെയ്ത് നടത്തും. അതുപോലെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇതോടെ ഞാൻ എന്റെ സാക്ഷ്യം നിർത്താൻ ആഗ്രഹിക്കുന്നു. ഐറിൻ സിസ്റ്ററെ, നേപ്പാളിലെ ഒരുപാട് ജീവിത അനുഭവങ്ങൾ അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. ഇതിനൊക്കെ ഈ മിഷണറി ദൗത്യത്തിൽ ഐറിൻ സിസ്റ്ററിനോടൊപ്പം നിൽക്കുന്ന ജീവിത പങ്കാളിയായ കർത്താവിൻ്റെ ദാസൻ മിഷണറി അനൂപിനെ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തണ്ടായോ? ഐറിൻ സിസ്റ്റർ ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിലെയും ഡൽഹിയിലെയും നേപ്പാളിലെയും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളും മിഷണറി ദൗത്യത്തിലേക്ക് നയിച്ചതായ ആ അനുഭവങ്ങളും ഒക്കെ പറയുകയുണ്ടായി. അപ്പോൾ അതിനകത്തെ ഒരു പ്രധാന കഥാപാത്രമാണ് അനൂപേട്ടൻ എന്ന് ഐറിൻ സിസ്റ്റർ പറയുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അരോമ ടി വിയുടെ പ്രേക്ഷകർക്ക് അനൂപേട്ടനെ ഒന്ന് പരിചയപ്പെടാൻ സ്വാഭാവികമായിട്ടൊരു ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് കർത്താവിൻ്റെ ദാസൻ അനൂപിനെ ഈ സമയത്തൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചത്. ഐറിൻ സിസ്റ്റർ പറഞ്ഞ അനുഭവങ്ങളെ കൂടാതെ അരോമ ടി വിയുടെ പ്രേക്ഷകരോട് അനൂപേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ചാനലിൽ തന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ ദാനിയൽ പാസ്റ്ററോടുള്ള പ്രത്യേക നന്ദി ഈ സമയം അറിയിക്കുന്നു. ഐറിൻ ഞാൻ വിചാരിക്കുന്ന ഒരുമാതിരി എല്ലാം കവർ ചെയ്തതെന്നാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ഞങ്ങളെ എൻ്റെ ചെറുപ്പത്തിൽ ഞാനും മാനസികമായിട്ട് ഇങ്ങനെയൊരു ശ്രേഷ്ഠകരമായ പദവി എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലല്ലായിരുന്നു. ചെറുപ്പം മുതലേ എനിക്ക് ജോലിയോട് കൂടിയുള്ള സുവിശേഷ വേലയോടെ ആയിരുന്നു താല്പര്യം. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. ദൈവം അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കി. പല സമയങ്ങളിലായി ഞങ്ങൾ അതിനു വേണ്ടി ദൈവം ഒരുക്കിയെടുത്തു എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ദൈവം ഓരോ അനുഭവങ്ങളും അതിനോടുള്ള ചേർത്ത് ദൈവം പണിയുന്ന സമയങ്ങളായിരുന്നു തുടക്കം മുതൽ തന്നെ. അതിന് ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. പ്രൊഫഷണലായി ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു പറഞ്ഞ് കാണുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായ ഒരു ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു പദവിയിലാണ്, ഒരു ജോലിയിലാണ് ദൈവം ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് എന്നൊരു
ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. മിഷൻ ഫീൽഡിലാവുമ്പോൾ കർത്താവിൻ്റെ വേലയാവുമ്പോൾ എതിരുകൾ പലതുണ്ട്. എങ്കിലും അതിലെല്ലാം നിൽക്കുവാനുള്ള കൃപ ദൈവം തരുന്നു. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും ഞങ്ങളുടെ ഉള്ളിലെ ഒരു പ്രത്യേക ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ തുടക്കം മുതൽ ദൈവം എന്ത് പറയുന്നു അതനുസരിക്കാം. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു പായ്ക്കപ്പൽ പോലെയാണ്. പായ്ക്കപ്പലിന് നമുക്കറിയാം അതിനെ നിയന്ത്രിക്കുന്ന കാറ്റാണ്, മറ്റൊന്നുമല്ല. അപ്പൊ ഒരു വിശ്വാസിയുടെ ജീവിതം പായ്ക്കപ്പൽ പോലെ ആവുമ്പോൾ ആ ജീവിതത്തെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കാറ്റ് ആയിരിക്കണം. അതിന് നമ്മൾ ഒരിക്കലും തടസ്സം നിൽക്കരുത്. ആ പരിശുദ്ധാത്മാവ് ഏത് ഡയറക്ഷനിലാണ് നമ്മളെ നയിക്കുന്നത് അതിന് നാം വിധേയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ദൈവത്തിന്റെ ഹിതം അനുസരിച്ച്, പ്ലാൻ അനുസരിച്ച് നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. അതുകൊണ്ട് അരോമ പ്രേക്ഷകരോട് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ: ദൈവഹിതം അന്വേഷിക്കുക, ദൈവഹിതം കണ്ടെത്തുക, അതിനനുസരിക്കുക. അത് മാത്രം ചെയ്യുകയാണെങ്കിൽ ദൈവം നോക്കുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയല്ല, ദൈവം നോക്കുന്ന ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയാണ്. അതിനുവേണ്ടി ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. നേപ്പാളിൽ ചെന്ന് നിൽക്കുന്ന ആ പായ്ക്കപ്പലിലെ ആ യാത്രക്കാർക്ക് അരോമാറ്റിയുടെ ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷ്യത്തിൻ്റെ ഉടമയായിരിക്കുവാൻ കർത്താവ് വിളിച്ചു വേർതിരിച്ച ആ പായ്ക്കപ്പലിലെ അനുഗ്രഹിക്കപ്പെട്ട മിഷണറി വീരന്മാർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് എങ്ങോട്ടൊക്കെയും വീശുന്നുവോ അവിടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മിഷണറി കുടുംബം നേപ്പാളിൽ സുവിശേഷ ദൗത്യവുമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയ ഐറിൻ സിസ്റ്ററിനെയും അനൂപ് ബ്രദറിനെയും കുഞ്ഞുങ്ങളെയും ആ ദേശത്തെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി കേൾക്കുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എവിടെ നിന്ന് എവിടേക്ക്, എങ്ങനെയാണ് ഐറിൻ സഹോദരിക്ക് ഇങ്ങനെ ഒരു ദർശനമുണ്ടായത് എന്ന് ഞാൻ ഓർത്തു പോവുകയായിരുന്നു. വാത്സല്യ മാതാവ് വളരെയേറെ നേരം കണ്ണുനീരോടെ കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ആ കുട്ടിക്കാലത്തെ ആരംഭ അനുഭവങ്ങൾ ചിലത് പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയുണ്ടായി. അതായത് മദ്യപാനിയായ ഒരു പിതാവ് തൻ്റെ മദ്യമൊക്കെയും ഉപേക്ഷിച്ചിട്ട് കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിത്തിരിച്ച നാൾ മുതൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതവും സുവിശേഷ ദൗത്യവുമായി ഇറങ്ങിത്തിരിച്ച ആ മാതാപിതാക്കന്മാർ തലമുറകൾക്ക് വേണ്ടി എപ്പോഴും കണ്ണുനീരോടെ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഓരോ പ്രാർത്ഥനയും കഴിയുമ്പോൾ ഒരു ഡയറി കുറിപ്പ് എഴുതുമായിരുന്നു. ആ ഡയറി കുറിപ്പുകൾ അരമണിക്കൂർ, 1 മണിക്കൂർ, 2-3 മണിക്കൂറുകൾ, 7 മണിക്കൂർ വരെ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയും പ്രാർത്ഥനാ കുറിപ്പുകളും ആ ഡയറി കുറിപ്പിൽ എഴുതിയിരുന്നത് വായിച്ചതായ ഐറിൻ എന്ന ആ കുഞ്ഞു ബാലിക അന്ന് അത്ര സന്തോഷകരമായിരുന്നില്ല. എന്നാൽ പിന്നത്തേതിൽ ആ പ്രാർത്ഥനയുടെ മറുപടി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് ഐറിൻ എന്ന് പറയുന്ന ആ ബാലികയുടെ ജീവിതത്തെ ദൈവം കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ ഇടയായി തീർന്നു. ഒരു മിഷണറി ദൗത്യം വളരെ ചെറുപ്പത്തിൽ തന്നെ ഹൃദയത്തിൽ ഉണ്ടായി. ആ മിഷണറി ദർശനവും പേറി മുന്നോട്ടുള്ള യാത്രയിൽ പഠനം മെച്ചപ്പെട്ട നിലയിൽ പൂർത്തീകരിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. നല്ല വിദ്യാഭ്യാസം, MSW റാങ്ക് ഹോൾഡറായി പഠനം പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിച്ചു. മാത്രമല്ല നല്ല ഒരു ജോലി കൗൺസിലറായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിവാഹവും അതിനോടനുബന്ധിച്ചുണ്ടായതായ സംഭവങ്ങളും ഒക്കെ കേൾക്കുവാൻ കഴിഞ്ഞു. ഒരു മിഷണറിയായി പോകുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി
എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നുള്ളതായ ആ വാഞ്ച സ്വർഗത്തിലെ ദൈവം കേട്ടു. ചില കമ്മിറ്റ്മെൻറ്റ്സ് അവിടെ എഴുതി വച്ചിരുന്നു. അതുപോലെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ ജീവിത പങ്കാളിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായി മറുപടി തരികയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഈ ഒരു സാക്ഷ്യത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് എല്ലാവിധമായ ജീവിത സുഖ സൗകര്യങ്ങളും ആഡംബര ജീവിതവും ഉണ്ടായിരുന്നിട്ട് അതെല്ലാം പൗലോസിനെ പോലെ പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും അതെല്ലാം ചപ്പും ചവറുമെന്നെണ്ണി ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ജീവിതത്തെ സമർപ്പിക്കുവാനിടയായി തോന്നി. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്കല്ല പോയത്. കാരണം ഇന്ത്യ നിറച്ച് ഇന്ന് സുവിശേഷ വേലക്കാർ ഉണ്ട്, ക്രൈസ്തവർ ധാരാളമുണ്ട്. എന്നാൽ നേപ്പാളിലേക്ക് അക്ഷരാഭ്യാസമില്ലാത്ത, ചികിത്സാ സൗകര്യമില്ലാത്ത, യാത്രാ സൗകര്യമില്ലാത്ത, 3 നേരം ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത, ജോലിക്ക് കൂലിയില്ലാത്ത, കയറി താമസിക്കുവാൻ വീടില്ലാത്ത, വൈദ്യുതിയില്ലാത്ത, വഴികളോ വാഹനങ്ങളോ ഇല്ലാത്ത, യാതൊരു വിധമായ ഭൗമിക സുഖങ്ങളുമില്ലാത്ത ആ ദേശം തിരഞ്ഞെടുത്ത് അവിടേക്ക് ഈ മിഷണറി ദൗത്യവുമായിട്ട് കടന്നു പോകുവാനും അവിടെയുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഏറ്റവും മുതിർന്നവർ വരെ ആളുകളെ, ജനത്തെ ഒരുപോലെ സ്നേഹിക്കുവാൻ, അവരിലൊരാളെ പോലെ ആയിത്തീരുവാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചതായ ഈ വാത്സല്യ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ല വിദ്യാഭ്യാസമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയി നല്ല നിലയിൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ ഒരു പക്ഷെങ്കിൽ കഴിയുമായിരുന്നു. അല്ല, കേരളത്തിൽ തന്നെ നല്ല ജീവിതം നയിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ ആ ക്രൂശിൻ്റെ പാതയെ തിരഞ്ഞെടുത്തപ്പോൾ ഇപ്പോൾ ആ പായ്ക്കപ്പൽ നേപ്പാളിൽ ചെന്ന് ആമേന് നങ്കൂരമിട്ടിരിക്കുക. ഒന്നുകൂടി ഇറങ്ങി പറഞ്ഞാൽ, ഇന്നിൻ്റെ തലമുറ മഞ്ഞ് പെയ്യുന്ന നാട്ടിലേക്ക്, മഞ്ഞ് പെയ്ത് ഇറങ്ങുന്ന ആ ഒരു സുഖലോലുപതയുടെ അനുഭവത്തിലേക്ക് ആ പ്രവചന ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് യൂറോപ്യൻ കൺട്രികളാണ് അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നത്. എന്നാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക്, ഉത്തരേന്ത്യയുടെ മണ്ണിലേക്ക്, അല്ലെങ്കിൽ നേപ്പാൾ പോലെയുള്ളതായ ദേശത്തേക്ക് പോകുവാൻ പലരും ആഗ്രഹിക്കുന്നില്ല. അവിടെയെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. അനേക പ്രിയപ്പെട്ടവർ ഇന്ന് മഞ്ഞു പെയ്യുന്ന രാജ്യങ്ങളിലേക്ക് തേടിപ്പോകുമ്പോൾ കർത്താവിന് വേണ്ടി ആ ക്രൂശ് ചുമക്കുവാൻ, ആ കഷ്ടതയുടെ പാതയെ പിൻപറ്റുവാൻ, ഒരു മിഷണറി ദൗത്യവുമായിട്ട് പോകുവാൻ അനേക പ്രിയപ്പെട്ടവരിന്ന് തയ്യാറാകുന്നു. വടക്കേന്ത്യൻ ഗ്രാമങ്ങളിൽ സുവിശേഷ വേലക്കാർ സുവിശേഷ വിരോധികളാൽ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും തുറങ്കല്ല അടയ്ക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ഭാര്യമാർ, അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ കണ്ണുനീരിലും ദുഃഖത്തിലും കഷ്ടത്തിലുമായിരിക്കുമ്പോൾ അനേക ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന പ്രിയപ്പെട്ടവര് ഇന്ന് ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുമ്പോൾ നാഥൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. കർത്താവിൻ്റെ വരവ് വാതിൽക്കൽ നിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഒരാത്മാവിനെയെങ്കിലും ആ കാഹളനാദത്തിങ്കിൽ കർത്താവിൻ്റെ ഇമ്പസ്വരം കേൾക്കുമ്പോൾ നമുക്കും ഒന്ന് കാഴ്ചവെക്കുവാൻ, കർത്താവിനോട് കൂടെ നാം നിൽക്കുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. സ്തോത്രം. അനേക യൗവനക്കാർ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കന്മാർ, സാമ്പത്തികമായി ഏറ്റവും നല്ല ഉയർച്ചയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഒരു തീരുമാനത്തിലേക്ക് വരണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു, ഹൃദയംഗമായി ഓർപ്പിക്കുന്നു. കേരളത്തിലെ സുഖലോലുപതയിൽ നമ്മുടെ നാളുകളെ തള്ളി നിൽക്കുമ്പോൾ നാഥൻ്റെ വരവിങ്കൽ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതാകിലും തീയതാകിലും നാം അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടുന്നതാകുന്നു. നമ്മുടെ ശരീരത്തിൽ വെച്ച് നാം ചെയ്യുന്നത്, അത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം നമുക്കൊരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം പ്രാപിക്കുമ്പോൾ അത് നിത്യതയ്ക്കായുള്ള പ്രതിഫലമാണോ, നിത്യ ശിക്ഷാവിധിക്കുള്ള പ്രതിഫലമാണോ, എന്താണ് നാം പ്രാപിക്കേണ്ടുന്നത്? അതുകൊണ്ട് ഇപ്പോൾ തന്നെ നാം തീരുമാനിച്ചു കൊള്ളുക.
ഈ വാത്സല്യ സഹോദരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് പിന്നെയും നന്ദി പറയുന്നു. ഈ കുടുംബത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മെ കൊണ്ട് കഴിയുന്ന ആമേൻ എല്ലാ സഹായങ്ങളും ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുവാൻ ആമേൻ ഇടയായി തീരുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം. ഈ പ്രിയപ്പെട്ടവർ കൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നാം എവിടെ ഇരുന്നാലും, ഏത് ദേശത്തിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും ആമേൻ ഇങ്ങനെയുള്ള മിഷണറി വീരന്മാരെ നമുക്ക് പ്രാർത്ഥനയിൽ ആമേനെ മറക്കുവാൻ കഴിയത്തില്ല. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ആമേൻ, അവർക്ക് ആവശ്യമായിരിക്കുന്ന അനുകൂല സാഹചര്യങ്ങൾ, സുവിശേഷ വേല ചെയ്യുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ, ക്രമീകരണങ്ങൾ ഉണ്ടായെന്ന് പ്രാർത്ഥിക്കാം. ആ നേപ്പാളിൻ്റെ ആമേൻ 8 മണിക്കൂർ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഓരോ മലയുടെ മുകളിൽ എത്തിച്ചേരുവാൻ കഴിയുള്ളൂ. അവിടെയും പാർക്കുന്നത് നമ്മിൽ വസിക്കുന്നത് പോലെയുള്ളതായ ആമേൻ ആത്മാക്കളാണ്, ആത്മാവുള്ളവരാണ്. ആമേൻ. അത് നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ നിഷ്കളങ്കമായ പുഞ്ചിരി, അവരുടെ നിഷ്കളങ്കമായ സ്നേഹം, അവരുടെ ആമേൻ നിസ്വാർത്ഥമായ ആമേനെ കർത്താവിനോടുള്ള സ്നേഹം ആമേനെ നാം കണ്ടുപഠിക്കുവാൻ നമുക്കവിടേക്ക് കടന്നു പോകാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ഐറൺ സിസ്റ്റർ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. അരോമ TV പ്രേക്ഷകരോടൊപ്പം ഇങ്ങനെ ടെസ്റ്റിമണി ഷെയർ ചെയ്യാനായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദേവദാസനെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ പരമ്പര ഇങ്ങനെ നടത്തുവാൻ ദൈവം ബലപ്പെടുത്തുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് ഈ സാക്ഷ്യം കേട്ട എല്ലാവരുടെ മേലും ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ഹല്ലേലൂയ. ദൈവം അവരോട് ദൈവത്തിന്റെ ആലോചനകൾ പറഞ്ഞു കൊടുത്ത് മുന്നോട്ടുള്ള വഴി നടത്തണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു പ്രിയ ഐറൺ സിസ്റ്റർ ആൻഡ് അനൂപ് പാസ്റ്റർ. ആമേൻ. കർത്താവ് ആമേൻ നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനുണ്ട് അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയപ്പെട്ടതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സ് തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേട്ട് അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമം മഹിമപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമാ TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com